പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നേ ദിവസം ഇവിടെ നിൽക്കുവാനും അമ്മയുടെ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുവാനും അവസരം ലഭിച്ച നല്ല നിമിഷത്തെ ഓർത്ത് അമ്മയ്ക്ക് 1000 സ്തുതികൾ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഡാലിയ ജോസ്. ഞാൻ ചെറുവാണ്ടൂർ ഇടവകാംഗമാണ്. ഏറ്റുമാനൂർ വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇപ്പോൾ അവധിക്ക് വന്നിരിക്കുകയാണ്. ഞാൻ 2019 കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. 5 പ്രാവശ്യം പുതുക്കി. അത് കഴിഞ്ഞ് മാതാവിൻ്റെ വിശുദ്ധമായ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും വീണ്ടും ഉടമ്പടി പുതുതായിട്ട് എടുക്കുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2024 വീണ്ടും ഉടമ്പടി എടുക്കുകയും ഇന്ന് രണ്ടാമതായി പുതുക്കുവാനായി ഇവിടെ വരുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 സ്തുതി. അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഓരോ നിമിഷവും നമ്മളിലുണ്ടാകുന്ന ഭയവും ആ വ്യാകുലതകളും എന്നിൽ നിന്ന് അമ്മ എടുത്തു മാറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ആദ്യമായി എൻ്റെ സാക്ഷ്യത്തിൽ ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്കൊരു പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് അവസരം ലഭിച്ചിരുന്നു. അമ്മയുടെ മുമ്പിൽ നിന്ന്, ഇതേ സ്റ്റേജിൽ നിന്ന്. അത് കഴിഞ്ഞ് രണ്ടാമതായി അമ്മയുടെ സന്നിധിയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്ക് വീണ്ടും നന്ദി. ആദ്യ സാക്ഷ്യം, ഞങ്ങൾ കേരളത്തിൽ ഒരു ഭവനം പണിയുവാനായിട്ട് അതിയായി ആഗ്രഹിച്ചു. പക്ഷെ പല പ്രാവശ്യം ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് അതൊന്നും നടന്നില്ല. 2021 ഞങ്ങൾ ഭവനത്തിനായി ആരംഭിച്ച് സ്ഥാനം കണ്ടു, തറയിട്ട് കഴിഞ്ഞാൽ അതോടെ അവിടെ കുറച്ച് നാൾ കടന്ന് അത് നന്നായിട്ട് ഉറയ്ക്കട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളുടെ പണി തുടങ്ങിയത്. പക്ഷെ അമ്മയോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിനായി നമ്മുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ പോലും എടുക്കാനില്ലാതെയാണ് ഞങ്ങൾ ആ പണി ആരംഭിച്ചത്. അമ്മ ചോദിക്കുന്നവരിൽ നിന്ന് നമുക്ക് അത് കടമായി തരുവാനും ലോണും നമുക്ക് കൃത്യമായി അറേഞ്ച് ചെയ്ത് തരുവാനും അതുകൂടാതെ നമ്മളുടെ ചിട്ടികളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ സമയത്തിന് ഓരോ പൈസയും തീരുന്ന സമയത്ത് അടുത്ത് ക്രമപ്പെടുത്തി തരുവാനുമുള്ള കൃപ ലഭിച്ചു. അതിനായി ഞാൻ ഉപയോഗിച്ചത് അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും തിരിയുമാണ്. നമ്മുടെ തറയിൽ സ്ഥാനമിടുന്ന സമയത്ത് അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ് അവിടെ കൊണ്ട് ഇടുവാനും തറയിലും കട്ടിളയുടെ അടിയിലും അമ്മയുടെ കാശുരൂപം വെച്ച് കട്ടിള വയ്ക്കുവാനും തിരി അവിടെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുവാനും ഞാൻ മറന്നില്ല. അമ്മയെ നിരന്തരമായി വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ കിണറിന് സ്ഥാനം കണ്ടെങ്കിലും 14 കോല് താഴാതെ വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് 9 കോല് താന്നപ്പോഴത്തേക്കും വെള്ളം കാണുവാൻ തുടങ്ങി. അവസാനം ഞങ്ങൾ 12 കോല് വരെ താത്തു. പക്ഷെ ലാസ്റ്റിലാണ് നമുക്ക് കുറച്ച് പാറ കിട്ടിയത്. ബാക്കിയെല്ലാം നല്ല വെട്ടുകല്ലോടുകൂടി അത് തീർത്ത് കിട്ടുവാനുള്ള കൃപയും മാതാവ് തരപ്പെടുത്തി തന്നു. അവിടെയും അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തിരിയും കത്തിച്ച് വെച്ച് ഞാൻ കിണറിൻ്റെ സ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടാമതായി എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഹസ്ബൻഡ് നാട്ടിൽ വരികയും ഹസ്ബൻഡ് കോട്ടയത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹസ്ബൻഡ് KSRTC ബസ്സുമായി വണ്ടി ഇടിക്കുകയും ചെയ്തു. വണ്ടിയുടെ 2 സൈഡും മൊത്തം പോയി. വണ്ടി ശരിക്കും ഇപ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ്. പക്ഷേ ഹസ്ബൻഡിന് മാതാവിൻ്റെ കൃപയാൽ അമ്മയുടെ ഭയങ്കരമായ അനുഗ്രഹത്താൽ ദേഹത്ത് കുറേ കുപ്പിച്ചില്ലുകൾ വീണുള്ള കീറലുകളും തലയിലും കുറച്ച് കീറലുകളും കൈയൊന്ന് ചെറുതായിട്ട് ഇടിച്ച് കൈയുടെ വേദനയുമല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അവിടെ അമ്മയുടെ കരങ്ങളിൽ, അമ്മയുടെ ചിറകുകളിൽ, അമ്മയുടെ നീല അങ്കിയിൽ പൊതിഞ്ഞു നിർത്തി എന്ന് വേണം പറയുവാനായിട്ട്. ഇന്ന് ഹസ്ബൻഡ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് കഴിഞ്ഞ് ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, എക്സ്റേ ഒക്കെ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, തിരിച്ചു വിട്ടു, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയില്ല. ആ സമയത്ത് എൻ്റെ നീസ് ഇവിടെ ഉടമ്പടി എടുക്കുവാനായി വന്നിരുന്നു. അന്ന് നീസ് ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. ആ നീസ് ഇവിടെ ഉണ്ടായിരുന്നതിനാൽ ചൊവ്വാഴ്ച ആയിരുന്നതിനാലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലും പ്രാർത്ഥനയിലുമായിരുന്നു. 2 മണി സമയത്തായിരുന്നു. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അന്നേ ദിവസം വൈകുന്നേരമായപ്പോഴാണ് ചെറുതായിട്ട് എന്തോ പറ്റി എന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇത്രയും കൂടുതലായി അപകടം പറ്റിയെന്നും വണ്ടിക്കും ഇത്രയും പറ്റിയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അറിഞ്ഞും പിന്നെ ആ വണ്ടിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മാതാവിൻ്റെ കരസ്പർശനം, മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ബലം, മാതാവിൻ്റെ ആ സംരക്ഷണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങളുടെ വണ്ടിയിലും ഞങ്ങളുടെ വീട്ടിലും എല്ലാം കൃപാസന മാതാവിൻ്റെ വണ്ടിയിലാണെങ്കിലും കൃപാസന മാതാവിൻ്റെ
കൊന്തയും കൃപാസനം മാതാവിൻ്റെ ടാഗും എല്ലാം ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ആ ഒരു സംരക്ഷണവും പിന്നെ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ അതിൽ പ്രാർത്ഥിക്കാതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓണാക്കി ഓടിക്കാറില്ല, ഞാനോ ഹസ്ബൻഡോ. അതിൻ്റെ എല്ലാം കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മൂന്നാമതായി എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ മോൾക്ക് ഓവറിയിൽ ക്യാൻസറായിരുന്നു. അതറിഞ്ഞ സമയം തൊട്ട് കൂട്ടുകാരി ഭയങ്കരമായി വിഷമിക്കുകയും എന്നോട് വന്ന് പറയുകയും ചെയ്തു. അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വയറ് വീർത്തു വരുന്നു എന്നുള്ള ഒരു കേസിലായിരുന്നു. ഞങ്ങൾ അന്ന് തൊട്ട് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും മോൾക്ക് ഞാൻ അമ്മയുടെ കൊന്ത കൊടുക്കുകയും അമ്മയുടെ കാശുവം കൊടുക്കുകയും അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് കൊടുത്ത് തിരിയും കൊടുത്ത് മോളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ മകൾ ആ കൊന്ത കയ്യിൽ നിന്ന് വെക്കാതെ അമ്മയുടെ ബലം എന്താണെന്നും അമ്മയുടെ ശക്തി എന്താണെന്നും തിരിച്ചറിഞ്ഞ് കൈ കഴുകുന്ന സമയത്തല്ലാതെ എല്ലാ സമയങ്ങളിലും ആ കുട്ടിയുടെ കയ്യിൽ കൊന്തയുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇന്ന് ആ മോള് യാതൊരു കുഴപ്പമില്ലായിരിക്കുന്നു. റീഒക്കറൻസ് ഉണ്ടാകാം എന്ന് പറഞ്ഞ ഒരു ക്യാൻസറാണ്. പക്ഷെ റീഒക്കറൻസും ഉണ്ടായില്ല, കീമോയുടെ ആവശ്യം വന്നില്ല, റേഡിയേഷൻ്റെ ആവശ്യം വന്നില്ല. എല്ലാം അമ്മയുടെ ഒരു സ്പർശനവും അമ്മയുടെ തൈലത്തിൻ്റെ അമ്മയോടുള്ള പ്രാർത്ഥനയുടെയും ബലമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. നാലാമതായി എൻ്റെ മോള് 12th എക്സാം എഴുതി കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി. മോള് പഠിക്കും എന്നിരുന്നാലും അമ്മയുടെ കൃപയും തിരുക്കുമാരൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ അവരുടെ എക്സാം ഒന്നും വിജയിക്കുകയില്ല, നല്ല മാർക്ക് കിട്ടിയില്ല. ആ സമയത്ത് നമുക്കൊന്നും എഴുതാൻ പറ്റാതെ വരുന്ന അവസ്ഥകളും പിള്ളേർ മറന്നു പോകുന്ന അവസ്ഥകൾ, സമയം കിട്ടാത്ത അവസ്ഥകൾ, ദേഹാസ്വാസ്ഥ്യങ്ങൾ എല്ലാം ഉണ്ടാകാം. പക്ഷേ എപ്പോഴും എക്സാമിന് പോണ സമയത്ത് അമ്മയുടെ കാശുവും വാങ്ങിക്കുവാനും അമ്മയുടെ ഉപ്പും തൈലവും തേച്ച് പോകാനും മോൾ മറക്കാറില്ല. അതിനായി മോൾ എപ്പോഴും പറയും, അമ്മയെ പ്രാർത്ഥിച്ചേ. ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയമായിരിക്കാം, എന്നാലും അമ്മയെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോകുമ്പോഴും എന്തെങ്കിലും ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് പോകുമ്പോൾ മോളും ഹസ്ബൻഡും മോനും അതിനായിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ തയ്ച്ചും കൊടുക്കാറുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതിനാൽ മോള് നല്ല മാർക്കോടുകൂടി പാസ് ഔട്ടായി. ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജീസസ് ആൻഡ് മേരി കോളേജിൽ BCom വിദ്യാർത്ഥിയായി പഠിക്കുന്നു. 1ാം വർഷം കഴിഞ്ഞു, 2ാം വർഷത്തിലേക്ക് അടുത്ത മാസം കയറും. മൂന്നാമതായി എൻ്റെ മോന് 3 വർഷമായി മെറൈൻ എൻജിനീയറിങ്ങിന് സെലക്ഷനായിട്ട്. അത് മോൻ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എത്രമാത്രം അവനതിൽ ശോഭിക്കും എന്ന്. അത് എന്താണേലും മോൻ എടുത്ത തീരുമാനം നല്ലതായിരുന്നു. അതോടുകൂടി അമ്മയുടെ കരുണയും കൃപയും അമ്മയുടെ തൈലവും ഉപ്പും മോൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്, അമ്മയുടെ രൂപവും അത് വെച്ചെന്നും പ്രാർത്ഥിച്ച് പോകുന്നതിനാൽ 3 വർഷം പൂർണ്ണമായും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മോന് സാധിച്ചു. മോൻ ഇന്ന് അതിൽ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകുന്നു. അതുകൂടാതെ മോന് കാമ്പസ് സെലക്ഷൻ വന്നപ്പോൾ നല്ലൊരു ഇറ്റാലിയൻ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിന് പ്ലേസ്മെൻ്റ് ആവുകയും ഇനി 1 വർഷത്തെ പഠനം കൂടി കഴിഞ്ഞാൽ അമ്മയുടെ കൃപയാൽ ഇൻറ്റേൺഷിപ്പിലേക്ക് കയറുവാൻ സാധിക്കുകയും ചെയ്യും. 5ാമതായി എൻ്റെ അമ്മയുടെ അമ്മ ഉടമ്പടി എടുത്ത ആളാണ്. പക്ഷേ അമ്മയുടെ മുമ്പോട്ട് പോകുന്നത് കാരണവും കാലിൻ്റെ ബുദ്ധിമുട്ടും കാരണം പിന്നീട് അമ്മയ്ക്ക് ഉടമ്പടി പുതുക്കുവാൻ പറ്റിയില്ല. അമ്മയ്ക്ക് എപ്പോഴും വിഷമമാണ് അത് പറഞ്ഞ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ വരുമ്പോഴും അമ്മ വരും, ഇന്നും വന്നിട്ടുണ്ട്. അമ്മയുടെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് നിലം പോലെയാണ്. എപ്പോഴും വേരിക്കോസ് വെയിനായിട്ട് അമ്മ 1 വർഷത്തിൽ ചിലപ്പോൾ 3 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും. ഡ്രസ്സിങ് ചെയ്യും, കാല് താത്തി വെച്ച് പിന്നെ നടക്കും, പിന്നെയും അത് പൊട്ടിയതാണ് തന്നെ വീണ്ടും ഊണ്ടായിട്ട് നടക്കും. പക്ഷേ അമ്മയുടെ കാല് ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞ മാർച്ചിൽ അഡ്മിറ്റായതാണ്. 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് ഇന്ന് വരെ മാതാവിൻ്റെ കൃപയാൽ അമ്മ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കും. രാവിലെയും വൈകുന്നേരവും ഉടമ്പടി പ്രാർത്ഥന പപ്പയും അമ്മയും കൂടെ ചെല്ലും. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇന്ന് ആ കാല് ഒരു പൂർണ്ണ സൗഖ്യത്തിലിരിക്കുകയാണ്. അത്യാവശ്യം വടി പിടിച്ചാണെങ്കിലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അമ്മ പക്ഷേ കുമ്പസാരിക്കാൻ പോയതാണ്, അതുകൊണ്ടാണ് അമ്മ സ്റ്റേജിൽ വരാത്തത്, മറ്റൊന്നുമല്ല. അടുത്തതായി സാക്ഷ്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പോകുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു കൃപയും അനുഗ്രഹവും വേണം. നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റും കുറവുകളും കണ്ടുപിടിക്കാനും അതിനെ വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ എപ്പോഴും വേദനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് പക്ഷേ മാതാവിനോട് ചേർന്ന് നിന്ന് മാതാവിൻ്റെ പ്രാർത്ഥനയിലായിരിക്കുന്നതിനാൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതിനോട് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അപ്പോൾ ഞാൻ അതിനായിട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന് സമർപ്പിക്കും. പക്ഷേ പഴയതിലും നന്നായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരോടും കൂടി അവരും എന്നോടുകൂടി സന്തോഷമായി ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്നു.
ഇത്രയുമൊക്കെയാണ് സാക്ഷ്യങ്ങൾ. ഇതുകൂടാതെ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇവിടുന്ന് തന്നെ ഇറങ്ങുമ്പോഴേ കൊടുക്കുവാൻ തുടങ്ങും. അത് കുറച്ച് നാട്ടിൽ കൊടുക്കും, ബാക്കി അവിടെ ഡൽഹിയിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കും. വാങ്ങിക്കുന്ന പത്രങ്ങൾ നമ്മുടെ മലയാളം വാങ്ങിക്കും, ഹിന്ദി, ഇംഗ്ലീഷ്. ഹിന്ദിക്കാർക്കും അക്രൈസ്തവർക്കും അവിടെയുള്ളവർക്ക് മാതാവിനെ പറ്റി പറഞ്ഞ് നമ്മൾ മാതാവിനെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി തൈലം, ഉപ്പ്, കാശുരൂപം, കൊന്ത, ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. മാതാവിനെ കൂടുതൽ അറിയുവാനും, കാരണം ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ അയ്യോ ഇതെന്താ, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അത് ആ വിശ്വാസത്തിലോട്ട് വരുവാനും അത് വാങ്ങിക്കാനും ഒരു മടി കാണിക്കും. പക്ഷേ മാതാവിൻ്റെ കാശുവും കൊന്തയും ഒക്കെ കൊടുക്കുമ്പോൾ അത് സന്തോഷത്തോടെ വാങ്ങിക്കുവാനും അവരുടെ മുഖത്ത് ഒരു പ്രസരിപ്പും ഒരു ഉന്മേഷവും വരുന്നു. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിൽ അവർ വീണ്ടും മാതാവിനോട് അടുക്കുന്നു. അതെനിക്ക് പൂർണ്ണമായും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ പുസ്തകങ്ങൾ, അത് കോപ്പികൾ ഉണ്ടാക്കി എൻ്റെ നീസ് കൊടുക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും വാങ്ങിച്ച് ഹിന്ദി, ഇംഗ്ലീഷും ഒക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് വാങ്ങിച്ച് കൂട്ടുകാർക്കും മറ്റുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന, ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ വരുന്ന ഇഷ്ടംപോലെ രോഗികളുണ്ട്. ആരുമില്ലാത്തവരും തീർത്ത് പാവപ്പെട്ടവരും ചിലപ്പം വന്ന ആ തുണിയിൽ തന്നെ പിന്നെ ആരും തിരിഞ്ഞു നോക്കാത്തവരുമായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ള വസ്ത്രങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർക്ക് വസ്ത്രങ്ങൾ ഇടിയിച്ചും കൊടുക്കാനും വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുവാനും അങ്ങനെ അവരെ ഒരു നല്ല വ്യക്തിയാക്കി, ഒരു മനുഷ്യനാക്കി, ചിലപ്പോൾ അവർ വരുന്നത് വളരെ വൃത്തിഹീനമായിട്ടായിരിക്കും, ഒരു നല്ല മനുഷ്യനാക്കി പുറത്തേക്ക് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനായിട്ട് ഏറെ കഷ്ടപ്പെടാറുണ്ട്. പിന്നെ മറ്റുള്ളവരിൽ എന്താണോ ഒരു ബുദ്ധിമുട്ടുകൾ കാണുന്നത് അവിടെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും മറക്കാറില്ല. ഇത്രയുമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഏക്കണം, 5:30 മുമ്പേ റെഡിയായി നമ്മളുടെ പ്രാർത്ഥന കൂടണം, അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരണം എന്നുള്ളത് ഭയങ്കരമായി തീക്ഷ്ണമായ ഒരു ആഗ്രഹമാണ്. അത് നമ്മൾ ഷെയർ ചെയ്യാനും മടക്കാറില്ല. ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഉപവസിക്കാനായിട്ട് ചിലപ്പം ചൊവ്വാഴ്ചകളിൽ പറ്റിയില്ലെങ്കിലും എന്നാണോ അവധിയുള്ളത് അന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അതിനു മുമ്പ് ഞാൻ ഉപവസിച്ചുകൊണ്ടിരുന്നതാണ്. കോവിഡൊക്കെ വന്നേ പിന്നെ ഈ രോഗങ്ങളും ഇൻഫെക്ഷനും ഒക്കെ ഓർത്തിട്ടാണ് ചൊവ്വാഴ്ചകളിൽ മിക്കവാറും ജോലിയായിരിക്കും, ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തെ മാറ്റിവെച്ച് മറ്റൊരു ദിവസത്തേക്കാക്കി ചെയ്യുന്നത്. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ തേച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലായിട്ട് ബൈബിൾ വായിക്കുവാനും വചനങ്ങളെ മനസ്സിലാക്കുവാനും ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണതയിലേക്ക് വരുവാനും സാധിച്ചു. അതുകൂടാതെ എന്നും ദീപബലിയിൽ പോകാൻ സാധിക്കാറില്ല. പക്ഷേ ഓൺലൈനായി എന്നും കുർബാന കാണാനായിട്ട് ഒരിക്കലും മുടക്കാറില്ല. എന്നേലും ഒരു ദിവസം പകുതി കണ്ട് മുടങ്ങി അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെയും കൂടെ ഞാൻ പിറ്റേ ദിവസം കാണും, 2 കുർബാന കാണും. അങ്ങനെ മാതാവിനോടും തിരുക്കുമാരനോടും അടുപ്പിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വലിയൊരു കൃപ എനിക്കും എൻ്റെ കുടുംബത്തിനും പറ്റി. പിന്നെ കുടുംബ പ്രാർത്ഥനകൾ എന്നും ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ എല്ലാവരുടെയും ജോലി സാധ്യത വെച്ച് നടക്കാറില്ല. എന്നാലും ഞാൻ ഒറ്റയ്ക്കാണേലും കൊന്തകൾ എന്നും ചെല്ലുവാൻ ചെയ്യുന്നുണ്ട്. എന്നാലും 1-2 ദിവസമൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ജീവിതത്തിൽ വേറൊരു സാക്ഷ്യം പറയാൻ എനിക്കുള്ളത്, 8-9 വർഷമായിട്ട് എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ അല്ലെങ്കിൽ ഇടസമയങ്ങളിൽ ഞാൻ കുനിയുമ്പോൾ നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് ആയിട്ട് എൻ്റെ മൂക്കിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകും. നമ്മൾ എന്താ പറയണ്ടേ, പൈപ്പ് തുറന്ന പോലെ. അത് ഞാൻ പെട്ടെന്ന് തിരിയുമ്പം അകത്തേക്ക് വന്ന് നമ്മുടെ വായിലേക്ക് ഇച്ചിരി വരും. പക്ഷെ ചില സമയം അത് പല കളറിൽ, ചിലപ്പം പച്ചയായിരിക്കും, ചിലപ്പോൾ അത് ഇച്ചിരി ഇൻഫെക്റ്റഡ് മഞ്ഞയായിരിക്കും, ചില സമയം ഇച്ചിരി റെഡിഷ് ആയിരിക്കും. അങ്ങനെ അതോടുകൂടി എനിക്ക് നല്ല തലവേദനയും വരാറുണ്ടായിരുന്നു. അതെനിക്കൊരു 3-4 വർഷമായിട്ടില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഞാനത് പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഇന്നാണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് 3 ദിവസമായിട്ട് ഞാൻ സാക്ഷ്യം പറയാത്തതുകൊണ്ടായിരിക്കും വീണ്ടും എന്നിൽ അത് വരുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഞാൻ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ മുമ്പിൽ ഈ സാക്ഷ്യം ഞാൻ വെളിപ്പെടുത്തും എന്ന്. അത്
ഇന്നലെ തൊട്ട് എനിക്ക് ഇന്ന് വരെ അതില്ല. ഇനി അമ്മ അത് തരികയില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മയും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. അമ്മ നമ്മുടെ ജീവിതത്തെ പളുങ്കുപാത്രം പോലെ മിനുക്കി വെളുപ്പിച്ച് മനോഹരമാക്കുകയാണ്. അതിൽ മുമ്പോട്ട് പോകുവാനും ജീവിക്കുവാനും വീണ്ടും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഡാലിയ ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിവിധ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയുമാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരി സൂചിപ്പിച്ച പ്രധാന വിഷയങ്ങൾ: ആദ്യത്തേത് വീടിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. സാമ്പത്തിക ഞെരുക്കമേറെ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മ മാതാവ് 1 വർഷത്തിനുള്ളിൽ തന്നെ ആ സാമ്പത്തികം ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കുടുംബത്തെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം ജലത്തിൻ്റെ വിഷയം കിണറിലുണ്ടായിരുന്നു. എന്നാൽ ഉടമ്പടി നേർച്ചവസ്തു ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ആ ജലം ധാരാളം ലഭിച്ചതിൻ്റെ സാക്ഷ്യവും സഹോദരി പങ്കുവച്ചു. ജീവിത പങ്കാളിക്കുണ്ടായ ഒരു ആക്സിഡൻറ്റും അത് വാഹനം ആകെ തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ കൂടിയും ജീവിത പങ്കാളിക്ക് ഗുരുതരമായ യാതൊരു കുഴപ്പവുമില്ലാതെ നിസ്സാര പരിക്കുകളോടുകൂടി അമ്മ മാതാവ് സംരക്ഷിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി. ആ ദിവസം കുടുംബത്തിലൊരാൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും സഹോദരി ഭവനത്തിൽ ഉടമ്പടി അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ ആയിരിക്കുകയുമായിരുന്നുവെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടമ്പടി എന്നും ഒരു കുടുംബത്തിനുള്ള സംരക്ഷണ പ്രാർത്ഥനയായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തിയാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ആ വ്യക്തിയിലൂടെ കുടുംബം മുഴുവനും നവീകരിക്കപ്പെടുന്നത്, കുടുംബത്തിൻ്റെ വിഷയങ്ങൾ മുഴുവനും ദൈവസന്നിധിയുടെ പരിഗണനയ്ക്ക് വേണ്ടി വരുന്നത്, ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവം തന്നെ ഇടപെടലുകളും അടയാളങ്ങളും നൽകിക്കൊണ്ട് കൂടുതൽ ക്രമീകരിച്ച് നന്മയിലേക്ക്, സമാധാനത്തിലേക്ക്, ശ്രേയസ്സിലേക്ക് നയിക്കുന്നത് നമുക്ക് ജീവിതാനുഭവങ്ങളായി എന്നും ഈ അൾത്താരയിൽ കേൾക്കുവാൻ പറ്റും. അതുകൊണ്ട് ഒരു വ്യക്തിയിലൂടെ ഒരു കുടുംബത്തിലേക്ക്, ഒരു കുടുംബത്തിലൂടെ ഒരു പ്രദേശത്തേക്ക് അമ്മ മാതാവ് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരായി, മിഷണറിമാരായി നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തുകയും അയക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത. ഇതെന്നിൽ തന്നെ ഒതുങ്ങിത്തീരുന്നൊരു പ്രാർത്ഥനയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ മാത്രമുള്ള ഒരു ജീവിതവുമല്ല. മറിച്ച് എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതം വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ക്രിസ്തുനാമത്തെ പറയുന്നതിന് എനിക്ക് പേടിയില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തെ നിരന്തരം നയിക്കുന്നതും ആഴപ്പെടുത്തുന്നതുമെന്ന് പറയുവാൻ വേണ്ടിയുള്ള സന്നദ്ധത, ഒരാത്മബലം നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ കൈമാറുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഓരോ മേഖലകളെയും നമുക്ക് ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് കാണാം. ഇതൊരു ഭാരപ്പെട്ട പ്രാർത്ഥനാ പ്രവർത്തന രീതിയുമല്ല, ഒരു ഭാരപ്പെട്ട കാര്യമല്ല ഉടമ്പടി ദൈവസ്നേഹത്തോടെ ഒരല്പം എളിമപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ, എൻ്റെ കാർക്കശ്യങ്ങളെ, എൻ്റെ അഹന്തയെ, എൻ്റെ സ്വാർത്ഥതയെ വിട്ടുപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് വലിയ സമാധാനം, എൻ്റെ രോഗങ്ങൾക്കുള്ള സൗഖ്യം, എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിരന്തരം വേഗത്തിൽ അമ്മ മാതാവ് അനുവദിച്ചു തരുന്ന പ്രത്യേക ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ചു നൽകിയ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം എന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൻ്റെ ആത്മീയതയിൽ വളരുവാൻ ശ്രമിക്കാം. ഉടമ്പടി ആഗ്രഹിക്കുന്നത് പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശ്രമിക്കാം. കൂടെയുള്ള ഓരോരുത്തർക്കും ദൈവ സാന്നിധ്യം കൊടുക്കുന്ന വ്യക്തികളായി നമ്മളെ തന്നെ കൂടുതൽ എളിമയിലും വിശുദ്ധിയിലും ജീവിതം നയിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഈ കുടുംബത്തിന്, ഈ സഹോദരിക്ക് അമ്മ മാതാവിലൂടെ ലഭിച്ച, ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി ഈ വേദിയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 19/11/2024 ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ഷിനി ജോബി. ഞാൻ 3 മുറി ഇടവക തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ജോബി, ഇതെൻ്റെ 2 മക്കൾ, ഇതെൻ്റെ അമ്മ.
ആദ്യം തന്നെ ഞാനിപ്പോൾ 2ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും വലിയ അമ്മയുടെ ഒരു സാന്നിധ്യത്തിനെ കുറിച്ചുള്ള അനുഗ്രഹമാണ് പറയാനുള്ള സാക്ഷ്യം. ഞാൻ ഒരു യാത്രയിലായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഇടവിടാതെ ആ യാത്രയിൽ മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന് കിടന്നുറങ്ങാനായി കണ്ണുകൾ അടച്ച നിമിഷം, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ച നിമിഷം തന്നെ ഒരു വലിയ പ്രകാശം തറച്ച് എൻ്റെ കണ്ണിലേക്ക് കടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ കണ്ണുകൾ എനിക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ എൻ്റെ ശിരസ് മുതൽ പാദം വരെ എനിക്ക് ഒരു ഇലക്ട്രിക് വൈബ്രേഷൻ പാസ് ചെയ്യുന്നതായിട്ട് തോന്നി. എനിക്ക് കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. പിന്നീട് ഞാൻ വളരെയധികം തളർന്നു പോയിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ കണ്ണുകൾ തുറന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അമ്മയെ എന്നെ വന്ന്, ഞാൻ കുറേ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, അമ്മ വന്ന് തൊടുമ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് പാസ് ചെയ്യുമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു യോഗ്യതയുമില്ലാതെ എനിക്ക് ഇങ്ങനെയൊരു വലിയ അനുഗ്രഹം ലഭിച്ചതിന് ഞാൻ വളരെയധികം കരഞ്ഞു അന്ന്. ഇത് ഞാൻ ഉടമ്പടി എടുത്ത് 15ാമത്തെ ദിവസം എനിക്കുണ്ടായ വലിയൊരു അനുഭവമാണ്. ഇതിന് ശേഷം എനിക്കുണ്ടായ 2ാമത്തെ ഒരു അനുഭവമാണ്. ഞാൻ അമ്മയോട് അന്ന് പിറ്റേ ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു, അമ്മേ, എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ പച്ച നിറത്തിൽ വന്ന് തൊട്ടു, നീല നിറത്തിൻ്റെ ഉള്ള ഒരു അങ്കിയാൽ വേഷത്തിൽ വന്ന് തൊട്ടു, അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന ടൈമിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന സമയത്ത് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്കൊരു യോഗ്യതയുമില്ല ഇത് ചോദിക്കാനായിട്ട്, പക്ഷേ ഇനി എപ്പോഴെങ്കിലും എനിക്കൊരു യോഗ്യതയുള്ള സമയത്ത് അമ്മ എനിക്ക് സാന്നിധ്യം തരുമ്പോൾ അന്ന് എനിക്ക് ഏത് നിറത്തിലാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്ക് അറിയാനൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഡെയിലി ബ്രെഡ് സമയത്ത് അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് ഞാൻ കണ്ണുകൾ അടച്ചു നിന്നു. കണ്ണുകൾ തുറന്നതും ഞാൻ എൻ്റെ മെഴുകുതിരിയിലേക്കാണ് എൻ്റെ കണ്ണ് തുറന്നത്. അതിൽ മെഴുകുതിരിയിൽ എനിക്ക് നീല മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം മുകളിലേക്ക് ഉയർന്നു വന്നു. ഇന്നും ആ മെഴുകുതിരി എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. എന്തും ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുന്നുവോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ച് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എനിക്കത് നടന്നു കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് 8 വർഷമായി കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരു മലയൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് വന്ന് എനിക്ക് തണുപ്പ് തീരെ പറ്റുന്നില്ലായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയ അലർജി 8 വർഷമായി എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചുമച്ച് ഞാൻ രാത്രികളിൽ ഉറങ്ങാറില്ല. അതുപോലെ തന്നെ മൂക്കിൽ നിന്നാണെങ്കിലും വളരെയധികം നീരുവെള്ളം വരാറുണ്ടായിരുന്നു. വലിയ വലിയ കഷ്ണം തുണികളാണ് ഞാൻ അതിന് ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാൻ പല ആശുപത്രികളിലും കാണിച്ചു. വലിയ ഹൈ ഡോസ് മരുന്നുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ച് ഞാൻ വളരെയധികം ക്ഷീണിച്ച് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലാസ്റ്റ് അത്രയ്ക്കും പറ്റാത്തൊരു സമയത്ത് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ച് 1 മാസം മരുന്നെടുത്തിട്ടും എനിക്ക് കുറയാതെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു ആസ്മ എന്നൊരു അവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ട്, നമുക്ക് ഇൻഹേലർ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇൻഹേലറൊന്നും ഇത്ര ചെറുപ്പത്തിൽ ഉപയോഗിക്കേണ്ട, നമുക്ക് വേറെ വല്ല മാർഗം കാണാമെന്ന് പറഞ്ഞു. ആ ഒരു അവസരത്തിലാണ് ചേട്ടന് ജോലി വളരെയധികം കുറഞ്ഞതും ചേട്ടൻ മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് അന്നും ഞാൻ ആ പ്രദക്ഷിണത്തിൻ്റെ ടൈമിൽ ഞാൻ മൂക്ക് തുടച്ചിട്ടാണ് ഞാൻ ആ പ്രദക്ഷിണത്തിൽ നടന്നു വന്നത്. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയത്. 8 വർഷമായി എനിക്ക് ഉണ്ടായിരുന്ന ആ അലർജി എനിക്ക് വലിയൊരു രോഗസൗഖ്യമാണ്. ഇന്ന് വരെ എനിക്ക് ഇതുവരെയായിട്ടും അത് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്ക് അടുത്ത സാക്ഷ്യമായി പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ കുടുംബസമാധാനം വളരെ കുറവായിരുന്നു. എനിക്ക് വളരെ ദേഷ്യം കൂടുതലുള്ള വ്യക്തിയായിരുന്നു. ക്ഷമിക്കാൻ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചേട്ടൻ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. വളരെയധികം പ്രാർത്ഥിച്ചു. ഞാൻ പ്രധാന നിയോഗമായി തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു.
അത് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയതിന് തൊട്ട് എനിക്ക് നന്നായി ക്ഷമാശീലം കിട്ടുകയും ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരും. ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുകയും രണ്ടാൾക്കും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് പിണക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെയധികം കുടുംബസമാധാനം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചേട്ടനെ ഇവിടേക്ക് വരാനും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ചേട്ടൻ ഇങ്ങോട്ട് വന്നുകയും ഉടമ്പടി എടുക്കാം, ഈ അടുത്ത ദിവസങ്ങൾ ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞു. അതെല്ലാം വളരെ വലിയ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ ഈ മൂത്ത മോൻ ജനിച്ചപ്പോൾ തൊട്ട് എല്ലാ കൊല്ലവും 2-3 മാസം കൂടുന്തോറും ഞങ്ങൾ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട്. കാരണം ജലദോഷം, പനി, 5 ദിവസം എപ്പോഴും ആശുപത്രിയിൽ കയറേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ കൊല്ലം തന്നെ കുറേ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സുകൾ കുറേ മുടക്കം വരുത്തേണ്ട വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും കാലത്ത് ഡെയിലി ബ്രെഡ് കഴിഞ്ഞതിന് ശേഷം വെള്ളം തിളപ്പിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിൽ വിശുദ്ധ ഉപ്പ് ഇടാറുണ്ട്. ഉപ്പിട്ട് എല്ലാവരും വെള്ളം കുടിക്കുമായിരുന്നു. ഇതുവരെ പിന്നെ ഞാൻ എൻ്റെ മക്കൾ ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 1.5 കൊല്ലത്തിന് മേലെയായി. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് 3 തവണ എടുത്തിട്ടാണ് സ്കൂട്ടിക്ക് 2 വീലറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് തന്നെ. എനിക്ക് അപകടങ്ങൾ കൂടി വരുന്നത് കാണുമ്പോൾ വണ്ടി എടുക്കാൻ വളരെ പേടിയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ വണ്ടി എടുക്കുകയും വിശുദ്ധ ഉപ്പ് ഞാൻ എൻ്റെ സീറ്റിൻ്റെ അവിടെ ഇടുകയും തൈലം പുരട്ടി വണ്ടി എടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ എനിക്ക് എത്ര ദൂര സ്ഥലങ്ങളിലേക്കായും ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു ഭയവുമില്ല. അതിനെൻ്റെ അമ്മ എന്നെ സഹായിച്ചു. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് അത്താണി മേഴ്സി ഹോമിൽ ഞായറാഴ്ചകളിൽ പറ്റുന്ന എല്ലാ ഞായറാഴ്ചകളിലും പോയി അവിടെയുള്ള രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും പിന്നെ അവരെ ഡ്രസ്സ് മാറ്റിക്കുകയും അവിടെ ക്ലീൻ ചെയ്യുകയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാനങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് പോവാതെയും ഒക്കെയും ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ ബൈബിൾ വായനയും എല്ലാത്തിലും ആത്മീയ ജീവിതത്തിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയമായി വളരെയധികം വളർന്നിട്ടുണ്ട്. എനിക്ക് ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ബൈബിൾ വായിച്ച് അതൊരു കഥ പോലെ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ബൈബിളിൽ വചനങ്ങൾ പഠിച്ച് ആവശ്യ സമയങ്ങളിൽ ആ ബൈബിൾ വചനങ്ങൾ സന്ദർഭോചിതമായി ഭർത്താവിനോടായാലും മറ്റുള്ളവരോടായാലും എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ തൈലമായാലും ഉപ്പായാലും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടാറുണ്ട്. പിന്നെ മാതാവ് ചെയ്യുന്ന എല്ലാ നാമങ്ങൾക്കും എന്നും എനിക്ക് ഈ ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സാക്ഷ്യങ്ങൾ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16:11. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഷിനി ജോബി എന്ന ഈ മകളും ജീവിത പങ്കാളിയും മക്കളും അമ്മയും ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പുതിയ ജീവിതാനുഭവങ്ങളെയും സന്തോഷങ്ങളെയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് ഏറ്റവും പ്രധാനമായും കുടുംബത്തിന് ലഭിച്ച സമാധാനവും സന്തോഷവും ആത്മീയ ജീവിതത്തിൽ ലഭിച്ച വളർച്ചയും ആഴവുമാണ്. മകളത് ആദ്യം മുതൽ അവസാനം വരെയും പലതരത്തിൽ മകളത് പറയുന്നുണ്ട്. ഉടമ്പടി നമ്മളെ എപ്പോഴും കൂട്ടിക്കൊണ്ടു പോവുക ആ കുടുംബത്തെ, ആ വ്യക്തി ജീവിതത്തെ ഒന്ന് റീഓറിയൻറ്റ് ചെയ്യുന്നതിനാണ്. നമ്മൾ ഒത്തിരി തിരക്കുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കൊത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സമയമില്ല എന്ന് നമ്മൾ തന്നെത്താനെ കാരണം കണ്ടെത്തുന്നവരുമാണ്. നമുക്ക് മറ്റെല്ലായിടത്തും പോകുവാൻ സമയമുള്ളപ്പോഴും നമുക്ക് വിശുദ്ധ കുർബാനയിലേക്കോ സന്ധ്യാപ്രാർത്ഥനയിലേക്കോ അറിഞ്ഞ് ഹൃദയപൂർവ്വം ഒന്ന് ചേരുവാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് നമ്മൾ തന്നെ എക്സ്ക്യൂസ് ഒത്തിരി കണ്ടെത്താറുമുണ്ട്. പക്ഷേ ഉടമ്പടിയിലേക്ക് നമ്മൾ ഹൃദയപൂർവ്വമാണ് പങ്കുചേരുന്നതെങ്കിൽ നമുക്കറിയാം ഓരോന്നിനെയും തമ്പുരാൻ അത് ക്രമീകരിച്ച് തരും.
വിശുദ്ധ കുർബാനയെ ക്രമീകരിച്ചു തരും. സന്ധ്യാപ്രാർത്ഥന സന്തോഷത്തോടെ ചെയ്യുവാൻ ക്രമീകരിച്ചു തരും. നമ്മുടെ ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുവാൻ ക്രമീകരിച്ചു തരും. വാക്കുകൾ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ മത്സരമോ തർക്കമോ വാക്കിൽ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ നാവടക്കി ശാന്തരാകുവാൻ നമ്മളെ അമ്മ മാതാവും ഈശോയും നമ്മളെ സഹായിച്ചു തരും. അത് ഉടമ്പടി നമ്മുടെ തന്നെ ജീവിതത്തെ റീഓറിയൻറ്റ് ചെയ്യുകയാണ്. ഒരു പുതിയ പരിശുദ്ധാത്മ അഭിഷേകം, ഒരു പുതിയ ദൈവിക ചൈതന്യം നമ്മുടെ കുടുംബത്തിന് പകർന്നു തന്നുകൊണ്ട് ആയിരിക്കുന്ന കുടുംബത്തിൽ ദൈവിക സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ, പെരുമാറുവാൻ നമ്മളെ സഹായിക്കുന്നു. അടിസ്ഥാനപരമായി അതാണ് ഒരു ആത്മീയ ജീവിത വളർച്ച തുടങ്ങുന്നത്. ഒരു കുടുംബത്തിൽ തുടങ്ങുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുക, എല്ലാവരും ഒരുപോലെ ഇരുന്ന് ദൈവനാമത്തെ സ്തുതിക്കുക, എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള ജീവിത രീതി ഒരു കുടുംബത്തിനകത്ത് രൂപപ്പെട്ടു വരിക. ഷിനയുടെ വാക്കുകളിൽ എത്ര കണ്ട് ആ കുടുംബത്തിനകത്ത് അതിൻ്റെ അന്തരീക്ഷം മാറി, പ്രാർത്ഥനാ ചൈതന്യം വളർന്നു, കുഞ്ഞുങ്ങൾക്ക് എത്ര സന്തോഷത്തോടു കൂടി ആ കുടുംബത്തിൽ ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രാപ്തി ലഭിച്ചു. ഇതൊക്കെയാണ് വാക്കുകളിലൂടെ അടയാളപ്പെടുത്തിയത്. അതിനൊപ്പം തന്നെയാണ് ഭൗതിക നന്മകളും. 2 ദിവസം മുമ്പാണ് ഒരു മകൾ വന്ന് പറഞ്ഞത്, 14 ഡോക്ടർമാരെ കാണിച്ചിട്ടും എൻ്റെ മൂക്കിൽ നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരുന്ന ആ ഒരു ദ്രാവകം അതൊന്ന് നിൽക്കുവാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഏറെ അതിൻ്റെ അസഹനീയതയിൽ എൻ്റെ ജീവിതം വല്ലാതെ വിഷമിച്ചപ്പോൾ ഉടമ്പടി ആരാധനയിൽ ജോസഫച്ചൻ തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് പറയുന്നുണ്ടായിരുന്നു, തലക്കകത്ത് പഴുപ്പ് കെട്ടുനിന്ന് ഇടത് മൂക്കിലൂടെ നിരന്തരം അത് ചലം വന്നുകൊണ്ടിരിക്കുന്ന മകളെ അമ്മ മാതാവ് കാണുന്നു, ഈശോ കാണുന്നു, സൗഖ്യപ്പെടുത്തുന്നുവെന്ന്. മകൾ അതുപോലെ തന്നെ ഒരു അനുഭവം ഈ അൾത്താരയിൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ ജീവിതത്തിലും അപ്രകാരമുള്ള മൂക്കിൽ നിന്ന് സ്രവം വരുന്ന ഒരു ക്ലേശരോഗത്തിലൂടെ മകളെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന ആ ദിവസം അത് നിന്നിട്ട്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് നിന്നിട്ട് പിന്നെ നാളിതുവരെയും ആ രോഗം തിരികെ വരികയോ എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരികയോ യാതൊരു ക്ലേശവും സഹോദരിക്ക് അനുഭവിക്കേണ്ടി വരികയോ ഒന്നും ഉണ്ടായില്ലെന്ന്. ഇത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ജീവിതത്തെ ക്ലിയർ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ജീവിതം അത് കൂടുതൽ സമാധാനത്തിൽ, സന്തോഷത്തിൽ നമുക്ക് നയിക്കപ്പെടുന്നത് കാണാനാവും. സഹോദരി പറഞ്ഞു, കുഞ്ഞുങ്ങൾ എപ്പോഴും ആശുപത്രിയിലായിരുന്നു. ആശുപത്രി വീടെന്ന രീതിയിൽ മക്കളുമായിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്ത് മക്കൾക്ക് ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുവാൻ കൊടുത്തതിന് ശേഷം ആശുപത്രിയിൽ ഞങ്ങൾക്ക് പിന്നീട് പോകേണ്ടി വന്നിട്ടില്ല. എന്തു വന്നാലും ചെറിയ കാര്യങ്ങൾക്കൊക്കെയും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മക്കൾ സൗഖ്യം പ്രാപിക്കുന്നു. അങ്ങനെ ഒത്തിരി പണം അന്യായം ചെലവ് വന്നുകൊണ്ടിരുന്നത് ആ ചോർച്ച തടയുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും അമ്മ മാതാവ് സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിലുമാണ്. നമ്മൾ അമ്മ മാതാവിനോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ബോധപൂർവം തയ്യാറാകുമ്പോൾ, കാരുണ്യ പ്രവൃത്തി ക്ലേശിതൻ്റെ, രോഗിയുടെ, അഗതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഔദാര്യമല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് അവർക്കത് അവകാശപ്പെട്ടതാണ്. അതറിഞ്ഞു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉള്ള തടസ്സങ്ങൾ മാറുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ദൈവസ്നേഹത്താൽ നിറയുവാൻ നിരന്തരം ദൈവിക ചൈതന്യം നമ്മുടെ കുടുംബത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു നവചൈതന്യം ലഭിച്ചതിൻ്റെ സന്തോഷവും അനുഭവങ്ങളുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കും. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ആദ്യം തന്നെ എൻ്റെ പേര് ബിൻസി, ഞാൻ വരുന്നത് ചെട്ടിയാട് നിന്നാണ്. ഇതെൻ്റെ മമ്മി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 2, 2024 ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ MBA പഠനമായിരുന്നു. എനിക്ക് ഇൻറ്റേർണൽ എക്സാംസിനൊക്കെ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ എനിക്കത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ മമ്മി ഓൾറെഡി ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ മമ്മി എന്നോട് പറയുമായിരുന്നു, നീ പോയി ഉടമ്പടി എടുക്കണം എന്ന്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല.
അങ്ങനെ ഇരിക്കെ ഡിസംബർ 2023 എൻ്റെ 3rd സെമസ്റ്ററിൻ്റെ എക്സാം ഞാൻ എഴുതി. ഒരു പേപ്പർ ഒഴികെ ബാക്കിയെല്ലാം തന്നെ നന്നായിട്ട് തന്നെ എഴുതാൻ എനിക്ക് പറ്റി. നല്ല മാർക്ക് കിട്ടുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 7 പേപ്പേഴ്സ് ഉള്ളതിൽ 5 പേപ്പറിന് ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പലർക്കും ഇതുപോലെ പ്രതീക്ഷിക്കാത്ത പേപ്പേഴ്സിനൊക്കെ ഫെയിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേപ്പർ എടുക്കുക, ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനും അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ യൂണിവേഴ്സിറ്റി മറ്റേ സപ്ലിമെൻ്ററിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം വരെ ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ പേപ്പർ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ ഈ സമയത്ത് 4th സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പം 3rd സെമസ്റ്ററിൻ്റെയും ടൈം ടേബിൾ വന്നു. ഞാൻ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമാണ്. S3 കഴിഞ്ഞ S4, ഒരു ഗ്യാപ്പ് പോലും ഇല്ല. എല്ലാ ദിവസവും എക്സാം ആയിരുന്നു. അതിൻ്റെ ലാസ്റ്റോടെ എൻ്റെ പ്രോജക്റ്റിൻ്റെ വൈവയും പ്രസൻറ്റേഷനും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. S3ക്ക് ഓൾറെഡി ഞാൻ ഫെയിലായി. അപ്പോൾ ഇത്രയും പേപ്പേഴ്സ് ഞാൻ എങ്ങനെ എഴുതും, അതുപോലെ തന്നെ പ്രോജക്റ്റ് എങ്ങനെ ഞാൻ പോയി പ്രസൻറ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ള ആകെപ്പാട് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ടൈമിൽ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലും വരുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ ഇരുന്നിട്ട് പിന്നീട് ഒരു സിറ്റുവേഷനിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്ത കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കാണാനിടയായി. അപ്പോൾ അങ്ങനെ ഞാൻ മമ്മീനെ വിളിച്ചപ്പോഴും മമ്മി പറയുന്നത് നീ ഉടമ്പടി എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണവും ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. അങ്ങനെ എക്സാംസ് എല്ലാം എഴുതി പ്രോജക്റ്റിന് പോയപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ തൈലം കൊണ്ട് കുരിശ് വരച്ചു, പ്രാർത്ഥിച്ചു. എക്സാം ഹാളിൽ കയറുമ്പോഴും എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ എക്സാംസൊക്കെ എഴുതുമ്പോഴും എക്സാമൊക്കെ എഴുതുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ എഴുതുക, എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ. പക്ഷേ ഈ എക്സാമൊക്കെ എഴുതിയപ്പോഴും എന്താ എഴുതിയതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നല്ല റിലാക്സ്ഡ് ആയിട്ടായിരുന്നു എക്സാമൊക്കെ എഴുതി തീർത്തത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാത്തിനും നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അതുമാത്രമല്ല, ഞാൻ പ്രൊജക്റ്റിനാണെങ്കിലും എനിക്ക് 10 out of 10 കിട്ടി, ഞാൻ പാസ്സായി. അത് ശരിക്കും മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ അന്നായിരുന്നു. അതും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഉള്ളത് മമ്മിയുടെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളായിരുന്നു. എൻ്റെ 10th-ലും +2-ലും ഒക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു മമ്മി വെച്ചിരുന്നത്. അന്നൊക്കെ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ നല്ല പേടിയായിരുന്നു. അതുപോലെ തന്നെ മാർക്കൊക്കെ എങ്ങനെയാകുമെന്നൊക്കെ ഉള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തന്നെ എനിക്ക് പഠിക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുമ്പോൾ കൊറോണ വന്നത് കാരണം എൻ്റെ റിസൾട്ട് വളരെ വൈകിയാണ് വന്നത്. അപ്പോൾ എനിക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത കോഴ്സിനൊന്നും എനിക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ ടൈമിൽ എനിക്ക് MBAക്ക് പഠിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഇവിടെ അച്ഛനെ കാണാൻ ഇവിടെ വന്നു, പക്ഷേ സാധിച്ചില്ല. പക്ഷേ എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേനെ കണ്ടിട്ടാണ് പോകുന്നത്, എനിക്ക് എന്ത് ചെയ്യണം എന്ന് കാണിച്ചു തരണം, അതുപോലെ തന്നെ പഠിക്കേണ്ടത് എവിടെയാണെന്ന് നല്ല സ്ഥലം എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ KMAT എക്സാം എഴുതി. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല സ്കോറോടെ ഞാൻ പാസ്സായി. നല്ലൊരു കോളേജ് എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. പക്ഷേ അഡ്മിഷൻ എടുത്തിട്ടും എനിക്ക് ആ ടൈമിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ HOD ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിൽ ചെന്നിട്ട് കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റിന് അപ്ലൈ ചെയ്താൽ പ്രതീക്ഷിക്കുന്ന പോലെ സമയത്തിനൊന്നും അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇതെന്നോട് പറയുന്നത് ഒരാഴ്ചയും കൂടെ ഉള്ളൂ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോഴാണ് സാർ ഇതെന്നോട് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വന്നു, ഇത് രജിസ്റ്റർ ചെയ്തു.
രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ്റെ തലേദിവസം വൈകുന്നേരം എൻ്റെ സർട്ടിഫിക്കറ്റ് കോളേജിൽ വന്ന് സാർ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു. പാസ്സായ സർട്ടിഫിക്കറ്റ് അവിടെ വന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറയുന്നു. കാരണം ഞാൻ 2017 ഉടമ്പടി എടുത്ത് പുതുക്കി പോരുന്നതാണ്. ഞാൻ എൻ്റെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ നന്നായി നടത്തി തന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ പത്രം വാങ്ങിച്ച് വിതരണം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോള് എൻ്റെ ഒപ്പം വരാറുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് കൊണ്ട് പത്രം കൊടുക്കാറുള്ളത്. അവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനമായിട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഈ ഉടമ്പടി ആദ്യം എടുത്തപ്പോൾ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അവർക്കൊക്കെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിശുദ്ധ കുർബാനയിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് കാലിന് മുട്ടിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരുന്നു. പിന്നീട് എനിക്ക് ആ മുട്ട് വേദനയൊക്കെ മാറിയിട്ട് എന്നെ കാണുന്നവർ ചോദിക്കാറുണ്ട്, ഈ പ്രായത്തിൽ ഇപ്പം മുട്ട് കുത്തി നന്നായിട്ട് ഇരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്ന്. എനിക്കൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും കൂടുതൽ വളരുവാനും ആത്മീയതയിലും ആഴപ്പെടുവാനും സാധിച്ചു. എനിക്ക് മതബോധന രംഗത്ത് കുട്ടികൾക്ക് മതബോധനം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. 12 വർഷമായിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ജെറമിയ 29:14 നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ബിൻസി ബി ജോസഫ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. പ്രത്യേകിച്ച് മകളുടെ MBA പഠനകാലത്തുണ്ടായ പ്രയാസങ്ങൾ, അത് പരീക്ഷകളിലുണ്ടായ തോൽവി, അത് കോഴ്സ് പൂർത്തിയാക്കുവാൻ പറ്റുമോ എന്നുള്ള വലിയ ആശങ്ക. ആ നാളുകളിലാണ് മകൾ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ആ ഉടമ്പടി എടുക്കുവാനുള്ള ആലോചന നടക്കുന്ന നാളുകളിൽ അത് വലിയൊരു കൺഫ്യൂഷനായിരുന്നു. എടുക്കണോ വേണ്ടയോ എന്ന് ഒത്തിരി ഞാൻ ആശങ്കപ്പെട്ടിരുന്നു, സംശയിച്ചിരുന്നു. എൻ്റെ അമ്മയാണ് എന്നോട് ഉടമ്പടി എടുക്ക്, നിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും എന്ന് എനിക്ക് ഉറപ്പ് നൽകിയതും എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് എന്നെ നയിച്ചതും. പ്രിയമുള്ളവരെ, ഉടമ്പടി ഒരു ഭാരപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമല്ല. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ കുറേ കൂടി എളുപ്പത്തിലാക്കുന്ന, സ്മൂത്താക്കുന്ന, നമ്മുടെ ഭാരങ്ങളെ നന്നായി കുറച്ചു തരുവാൻ വേണ്ടി ദൈവിക സംരക്ഷണത്തെ ദാനമായി നമുക്ക് കൈമാറുന്ന ഒരു പ്രാർത്ഥന പ്രവർത്തന പദ്ധതിയാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് നിർണ്ണയിക്കുന്നതിന് അത് കാരണമാകും. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും വലിയ കഥയില്ലെന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ തന്നെ വല്ലാതെ ആകുലപ്പെട്ട് ഓടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും വലിയ പ്രസക്തിയില്ല. അത് ജീവിതത്തിനോ നിൻ്റെ ഉയർച്ചയ്ക്കോ നിൻ്റെ പഠനത്തിനോ വലിയ കാര്യമുള്ളതല്ല എന്ന് നമ്മളെ തന്നെ തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ഒന്ന് മുന്നോട്ട് നയിക്കുവാൻ ഉടമ്പടി നമ്മളെ എപ്പോഴും സഹായിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്ന 2-3 ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഉള്ളത്, ഒന്ന് സമയം നന്നായി വിനിയോഗിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. സമയത്തിൻ്റെ പാഴ്ചെലവ്, അതും കണ്ടും കേട്ടും കളയുന്ന സമയം, അവിടെയും ഇവിടെയുമൊക്കെ സഞ്ചരിച്ച് കളയുന്ന സമയം, അതുമൊക്കെ സംസാരിച്ച് നഷ്ടപ്പെടുത്തുന്ന സമയം, അതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് മാറ്റുകയും നമ്മുടെ സമയത്തെ അത് സമയം ദൈവിക ദാനമാണെന്നും അത് ഉത്തരവാദിത്തോടെ ഉപയോഗിക്കേണ്ടതാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുവാനും സമയത്തെ ഗൗരവത്തോടെ ഉപയോഗിക്കുവാനും നമ്മളെ സഹായിക്കുന്നതിന് ഉടമ്പടി ജീവിതം നമ്മളെ ഒത്തിരി ഉപകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ ഒരു ആത്മീയ മനുഷ്യനെ രൂപപ്പെടുത്തുന്നുണ്ട്.
നമ്മൾ പലപ്പോഴും മാമോദീസ സ്വീകരിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായെന്ന് പറയുന്നു. ഒരു പ്രത്യേക വിശ്വാസത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ആ വിശ്വാസ രീതികൾ എന്നെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്ന് പറയുന്നു. എത്ര കണ്ട് എന്നെ ആ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ട്. എത്ര കൊണ്ട് മാമോദീസ സ്വീകരിച്ച് എന്നെ ഒരു പ്രായമെത്തിയപ്പോൾ കുർബാന സ്വീകരിച്ചുവെന്നല്ലാതെ എത്ര കണ്ട് എൻ്റെ കുംഭസാരം എൻ്റെ ആത്മാവിനെ തൊടുന്ന വിധത്തിൽ ഞാൻ നടത്തുന്നു. എൻ്റെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ എഴുന്നള്ളി വരുന്നുവെന്ന ബോധ്യത്തോടു കൂടി ആ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാൻ എനിക്ക് സാധിക്കുന്നു. ഇതൊക്കെ കാഷ്വലായി നമുക്ക് സംഭവിച്ചു കൊണ്ട് പോകുന്നത് അർത്ഥമറിഞ്ഞ് അനുഭവത്തോടു കൂടി കൗദാശിക ജീവിതം നയിക്കുവാൻ, ആത്മീയ ജീവിതത്തെ വളർത്തുവാൻ നമുക്ക് ഉപകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ വചനം വായിക്കുന്നത് പോലും ഉടമ്പടി ജീവിതത്തിന് മുമ്പ് നമ്മുടെ വചന വായനയെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അറിയാം. അത് വായിച്ചാൽ വായിക്കുന്നെങ്കിൽ അത് പ്രാർത്ഥനയുടെ ഒരു അവസാനം, പ്രാർത്ഥന തീർന്നുവെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് വചനം വായിക്കുമ്പോഴാണെന്ന രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഉടമ്പടി എടുത്തൊരു വ്യക്തി വചനം വായിക്കുമ്പോൾ ആ വചനവായന തന്നെ പ്രാർത്ഥനയാവുന്നു. ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നു, ദൈവം സന്ദേശം കൈമാറുന്നത് അറിയുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന തീരുമാനമെടുക്കുവാൻ ഓരോ തവണയും വചനം വായിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉടമ്പടി എടുക്കുക എന്നത് നമ്മുടെ കൈകാലുകളൊക്കെ കുച്ചുവിലങ്ങിടുന്നതല്ല, നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നതാണ്. കൂടുതൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ, കൂടുതൽ സന്തോഷത്തോടും സ്നേഹത്തോടും സഹോദരങ്ങളോട് ജീവിക്കുന്ന സാഹചര്യങ്ങളോട് ഇടപഴകുവാൻ, അതോടൊപ്പം തന്നെ നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ ഫോക്കസ്ഡായി കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ശാരീരികമായ മാനസികമായ ഫാക്കൽറ്റീസിനെ ശാക്തീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ ഭൗതികമായ പഠന വിജയത്തോടൊപ്പം തന്നെ മകൾക്ക് ലഭിച്ച ദൈവികമായ ബലപ്പെടലും ജീവിതത്തെ കുറെ കൂടി ഏകാഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ലഭിച്ച ദിശാബോധവും ആത്മീയമായ ഉണർവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടിയിലൂടെ കൂടുതൽ ഷാർപ്പൺ ചെയ്യുവാൻ, കൂടുതൽ തേച്ചുമിനുക്കി ദൈവത്തിന് പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കരങ്ങളടിച്ച് സമർപ്പിക്കാം. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷിയായി പാപിയായ ഞങ്ങളുടെ ഈ കുടുംബത്തെ ഉയർത്തതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 15/3/2023 അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അൾത്താരയിൽ, ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ വന്നു നിൽക്കുന്നത്. അമ്മ എനിക്ക് ഈശോയോട് നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ അന്ന് അവസാനമായിട്ട് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കുന്നത്, അമ്മയുടെ ഈ മുമ്പിൽ, അമ്മയുടെ അടുത്ത് ഈ കുടുംബമായിട്ട് വന്നിട്ട് എൻ്റെ വീടിൻ്റെ താക്കോലുമായിട്ട് വന്ന് നിന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് ഈ സാക്ഷ്യം അവസാനിപ്പിച്ചത്. ഞങ്ങൾക്ക് 10 വർഷമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം ഉരുൾപൊട്ടൽ സംബന്ധമായി നഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറയുകയുണ്ടായി. അതിനോടനുബന്ധമായി ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് ലഭിക്കുകയും അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ സ്ഥലവും വീടും വാങ്ങിക്കുന്നതിനായിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ രേഖ വീണ്ടും തെറ്റിപ്പോയി എന്ന് ഞങ്ങൾ അറിയിക്കുകയുണ്ടായത്. ആകെ ഒരു വിഷമസന്ധിയിലായിരുന്നു ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു, അമ്മേ, നിൻ്റെ അൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. എല്ലാവരും ചോദിക്കുന്നു, നീ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് എന്താണ് ഒരനക്കമില്ലായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കുടുംബത്തിനും അറിയാം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് സാധിക്കാത്തതെന്ന്. കാരണം ഞങ്ങൾ ആദ്യം സ്ഥലം എടുക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫണ്ട് വന്നിരിക്കുന്നതും. ആദ്യം സ്ഥലം എടുത്ത് അതിൽ വീട് പണിയുക എന്ന ഒരു ഓപ്ഷനായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഞങ്ങളിവിടെ ജപമാല റാലിക്ക് വരികയും ഞാനും എൻ്റെ ഹസ്ബൻഡും വരികയും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി, ഒരു വീട് സ്ഥലവുമായിട്ട് എടുത്താൽ എന്താ, അതിനുള്ള ഫണ്ട് ഒന്നിച്ച് പാസ്സാക്കാനുള്ള ഒരു അവസരമുണ്ടല്ലോ എന്നറിയുകയും ഞങ്ങൾ വീണ്ടും ഈ അപേക്ഷ തിരുത്തി ഒന്നും കൂടെ അപ്ലൈ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും താമസം വരാൻ ഉണ്ടായ കാരണം. അത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല.
അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ അപേക്ഷകളെല്ലാം വന്ന് വരുമ്പോഴും ഞങ്ങൾക്ക് ആരും സംസാരിക്കാനുണ്ടായിട്ടല്ല. എല്ലാ അമ്മ മാതാവ് ചൊവ്വ ദിവസങ്ങളിലും ബുധൻ ദിവസങ്ങളിലും എൻ്റെ കരങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ അമ്മയായിട്ട് എനിക്ക് തന്ന് അവരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് ഈ അപേക്ഷകളെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. അപേക്ഷ 2 തവണ തിരുത്തേണ്ടതായിട്ട് വന്നു. 3ാമത്തെ തവണ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. ഇനി അത് ഞാൻ ഒരു കൗൺസിലിംഗ് ബന്ധമായി പോയപ്പോൾ എന്നോട് മരിയ എന്ന സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ ഉദ്യോഗസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ കൈകളിൽ തെറ്റ് വരാതെ നോക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ടല്ലോ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ബലത്തിൽ എല്ലാം സാധിച്ചു തരണം എന്നാണല്ലോ അച്ഛൻ പറയാറ്. അപ്പോൾ ഞാൻ ഒരു ദിവസം കുർബാനയ്ക്ക് പോയിരിക്കുമ്പോൾ അൾത്താരയിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഞാനും എൻ്റെ മക്കളും സ്ഥിരമായിട്ട് ഉടമ്പടിയിലായിരിക്കുന്നതിന് മുമ്പും ഉടമ്പടി ആയിരിക്കുമ്പോഴും ഒരു ദിവസം പോലും കുർബാന മുടക്കുന്നില്ല. അമ്മയുടെ സന്നിധിയിൽ വരുന്നു, എൻ്റെ മകൻ അൾത്താരബാലനായി നിൽക്കുന്നു. ഏതെങ്കിലും എൻ്റെ പ്രാർത്ഥനയല്ല, എൻ്റെ ഒരു കുർബാനയല്ല, ഈ മക്കളുടെ ഒരു കുർബാനയെങ്കിലും അമ്മ സ്വീകരിക്കണേ. എനിക്കിന്നൊരു തീരുമാനം അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കണം. ഇന്ന് അമ്മയുടെ ദിവസമാണെന്ന് എനിക്കറിയാം. ബുധനാഴ്ച ഞാൻ ഒരു നേരം എടുക്കാറുള്ളതാണ്. അതെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, ഇവരുടെ ആഗ്രഹത്തിന് 10 വർഷമായി എൻ്റെ മക്കൾ വാടകയ്ക്ക് നിൽക്കുന്നു. അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയുടെ തിരുക്കുമാരൻ്റെ ദിവസം ഒരു പുൽക്കൂടുണ്ടാക്കുകയെന്ന് എന്നും എന്നോട് പറയാറുള്ളത്. പക്ഷേ ഞാനത് സമ്മതിക്കാറില്ല. വാടക വീട്ടിൽ ഒരു പുൽക്കൂടുണ്ടാക്കുന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ടൊരു ഭവനത്തിൽ നിങ്ങൾക്ക് പുൽക്കൂടുണ്ടാക്കാൻ ഞാനും പപ്പിച്ചിയും ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ആൾക്കാരെ നോക്കി പറഞ്ഞു, അമ്മേ, ഇനി ഒരു ക്രിസ്മസ് വരുവാണ്, ഇനി ഒരു തിരുത്തലോ ഒന്നും പാടില്ല, അമ്മ ഞങ്ങൾക്ക് ഈ ഫണ്ട് പാസ്സാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2:30 എന്ത് സംഭവിച്ചാലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയത്താണ് എനിക്ക് സംഭവിക്കാറ്. കറക്റ്റ് 2:30 മണിക്ക് എനിക്കൊരു കോള് വരികയാണ് കളക്ട്രേറ്റിൽ നിന്നാണ്, നിങ്ങളുടെ ഫണ്ട് മൊത്തമായിട്ട് നിങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒന്നിച്ച് പാസ്സായിട്ടുണ്ടെന്ന്. ഭയങ്കര അതിയായ സന്തോഷമുണ്ടായി. കാരണം ഈശോയുടെ ആൾത്താരയിൽ നോക്കി പറയുന്ന ഒരു കാര്യം ഈശോ സ്വീകരിക്കാതിരിക്കലില്ല. അമ്മ അതിന് മാധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു, കരഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫണ്ടെല്ലാം പാസ്സാക്കി വന്നു. ഞങ്ങൾക്ക് സ്ഥലം കാണണം. സ്ഥലത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും വലിയ ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പള്ളിക്കടുത്ത് തന്നെ ഒരു സ്ഥലം എന്നത്. അതുകൊണ്ട് വേറെ ദൂരത്തൊന്നും ഞങ്ങൾ നോക്കിയില്ല. അടുത്തെല്ലാം നോക്കി സ്ഥലങ്ങൾ കണ്ടു. അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നു, നടക്കുന്നില്ല. പക്ഷെ താല്പര്യത്തോടു കൂടിയല്ല ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത്. കാരണം അവിടെ ഒന്നെങ്കിൽ വെള്ളം ഉണ്ടാകില്ല, അല്ലെങ്കിൽ വഴി ഉണ്ടാവും. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം ഒന്നെങ്കിൽ പൈപ്പ് വെള്ളമായിരിക്കും, അത് അധിക വെള്ളമാവും. ഞങ്ങൾ പൈസ എല്ലാം ഞങ്ങൾ അധിക വെള്ളത്തിനായിട്ട് 2000 3000 കൊടുക്കുന്ന ദിവസങ്ങളുണ്ട്. 100 രൂപ കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾ 3000 രൂപ വരെ കൊടുക്കുന്നു. അങ്ങനെ വെള്ളത്തിന് ഭയങ്കര കഷ്ടപ്പാടുള്ള. അപ്പോഴും ഞങ്ങൾ വീണ്ടും സ്ഥലം പോയി എടുക്കുന്നത് വെള്ളമില്ലാത്ത സ്ഥലം തന്നെ. എന്നാലും വേണ്ടില്ല, പള്ളി പോകാമല്ലോ എന്നുള്ള ഒരൊറ്റ ബലത്തിൽ ഞാൻ ചേട്ടയോട് പറയും, സ്ഥലം അങ്ങനെ മതി, വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പോകുമ്പോഴെല്ലാം അതിനെല്ലാം ഒരു തടസ്സമാണ്. അങ്ങനെ ആ അഡ്വാൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ തിരിച്ചു വരും, വീണ്ടും ഞങ്ങൾ തിരിച്ചു പോരും. അങ്ങനെ 3 സ്ഥലങ്ങൾക്ക് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ പോയി, അതൊന്നും നടന്നില്ല. വീണ്ടും വീട്ടിൽ വന്ന ഒരു രാത്രി ചേട്ടൻ എന്നോട് സംസാരിച്ച് പറഞ്ഞു, ഇനി ഒരു സ്ഥലം നോക്കണ്ട, ഒരു വീട് സ്ഥലമായിട്ട് തന്നെ നമുക്ക് നോക്കാം. കാരണം എൻ്റെ മകൻ +2-നാണ് പഠിക്കുന്നത്. അവൻ്റെ പഠനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പെരയുടെ പണിയിലേക്ക് പോകാനും നമ്മളെ സംബന്ധിച്ചിപ്പോൾ സാമ്പത്തികമായ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഇനി ഒരു പെര പണിയാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്കൊരു വീട് സ്ഥലവും തന്നെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു വീട് സ്ഥലമെന്ന് പറയുകയും ഞങ്ങളവിടെ വീട് കാണാൻ പോവുകയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിലേറ്റവും സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കിണറോട് കൂടിയ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം കണ്ടുവന്ന് ആരോടും പറഞ്ഞില്ല. എൻ്റെ ചേച്ചിയെ ഞാൻ വിളിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു. കാരണം ഒരു അഭിപ്രായത്തിനായിട്ട് ആരെയും വിളിക്കാൻ താല്പര്യപ്പെട്ടില്ല. ചേച്ചി വന്ന് കണ്ടത് ആ സ്ഥലത്തിൻ്റെ താഴത്ത് നിന്നപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, നീ ആദ്യമായിട്ട് ഏറ്റവും കഷ്ടപ്പെട്ട എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ വെള്ളത്തിനാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ ഞാൻ വെള്ളത്തിനല്ലേ, ഇനി ഒന്നും നോക്കണ്ട, ആ സ്ഥലം തന്നെ എടുത്തോ, നിനക്ക് അമ്മ മാതാവ് നല്ല വെള്ളമുള്ള ഒരു കിണർ വെള്ളമുള്ള സ്ഥലമല്ലേ നിനക്ക് തന്നിരിക്കുന്നത്, നീ അതെടുത്തോ, നിനക്കൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ കണ്ടു.
തിരിച്ചു പോന്നു. എങ്കിലും മനസ്സിൽ ഭയങ്കര എന്തോ ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിൽ. ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചേട്ടായി എന്നോട് പറഞ്ഞു നിനക്കും കൂടെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത വന്നു കേട്ടു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ കണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അമ്മ ഈശോയും പോകണം, അത് ഞങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അമ്മ എനിക്ക് ഇത് നടത്തി തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. അമ്മ ആ വീടിൻ്റെ തിണ്ണയിൽ നിൽക്കുന്നു. അമ്മ എന്നോട് പറയുന്നു, നിനക്ക് ദൈവകുമാരനോട് ഞാൻ വാങ്ങിച്ചു തന്നതല്ലേ ഇത്, പിന്നെ നീ എന്തിനു സംശയിക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ കുറച്ചതിൽ ചെയ്യാനുണ്ട്, അത് നിനക്ക് ഞാൻ ക്രമീകരിച്ച് തന്നിരിക്കും എന്നൊരു അടയാളമാണ് എനിക്ക് അമ്മ ആദ്യം തന്നത്. ഇതിന് മുമ്പേ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞു പോയതിൻ്റെ പിറ്റേന്ന് എനിക്കൊരു സ്വപ്നമുണ്ടായി. അമ്മ സിൽവർ ഗ്രേ കളറിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ എൻ്റെ വീട്ടിൽ വരികയും എന്നെയും ഹസ്ബൻഡിനെയും കൂട്ടി ഒരു നടക്കലിൽ സ്റ്റെപ്പ് കയറിപ്പോയി അവിടുന്ന് ഒരു 2 ലെയറായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നെ കാണിച്ചു തന്നത്. അന്ന് വീട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ സ്ഥലത്തിൻ്റെ 7 സെൻറ്റ് എന്നുള്ള സ്ഥലം തന്നെയാണ് അമ്മ എനിക്ക് അവിടെ കാണിച്ചു തന്നത്. ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഞങ്ങളുടെ സ്ഥലത്തോട് ചേർന്ന് ഒരു 2 നില വീടും ഒരു കാർ പോർച്ചുമാണ് കാണിച്ചു തന്നത്. ഞങ്ങൾ കാണുന്ന സ്ഥലങ്ങൾക്കൊന്നും ഇതൊന്നുമില്ല. അപ്പം ഞാൻ വന്നിട്ട് മിന്നുണ്ടെള്ളാവും, കാരണം അമ്മ സ്വപ്നം കാണിച്ചു തന്ന ശരിയല്ലേ, അതെൻ്റെ വെറും തോന്നലാണോ എന്നുള്ള തീരുമാനത്തിൽ ഞാനിങ്ങനെ കടന്നു പോയപ്പോഴാണ് 9 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം ഞങ്ങളെ കാണിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോവുകയും ചെയ്തത്. ആ സ്ഥലം കണ്ടുവന്ന് ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പായി ചേട്ടായുടെ താല്പര്യപ്രകാരം ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മെയ് 21-ാം തീയതി ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അന്ന് ഞങ്ങളുടെ കയ്യിൽ എഗ്രിമെൻറ്റിന് 50,000 രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ ഏറ്റെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അന്ന് 4,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പേ അമ്മ എനിക്കൊരു ക്രമീകരണം തന്നിരുന്നു. ഞാൻ ഈ അമ്മയോട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. ആ യോഗ്യത കൊണ്ട് ഒരു ജോലി ഞാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അമ്മയ്ക്കറിയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലിയുണ്ട്, അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയത്. ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല. പക്ഷേ അമ്മ ഞാൻ ഇവിടുന്ന് പോയത് പ്രകാരം അവിടെ ചെന്നതിന് പിന്നെ എനിക്കൊരു അമ്മച്ചിയെ നോക്കാനുള്ളൊരു അവസരം കിട്ടി. ആ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പോകാനും ആ അമ്മച്ചിയുടെ വീട്ടിലെ ആൾക്കാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ആ ചേച്ചിമാർ എന്നെ കണ്ടത് ഒരു കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. കാരണം ഒരു അമ്മയെ നോക്കാൻ വന്നൊരു വ്യക്തി എന്ന നിലയിലല്ല അവരെന്നെ കണ്ടത്. അത്രമാത്രം എന്നെ സ്നേഹിച്ചു. ശരിക്കും അമ്മച്ചിയുടെ കൈ ഒടിഞ്ഞത് പ്രകാരമാണ് ഞാൻ അവിടെ ചെന്നതെങ്കിലും കൈ നേരെയായില്ല എന്ന് പറഞ്ഞെങ്കിലും ഓപ്പറേഷൻ ചെയ്താലും പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചെന്ന അന്ന് മുതൽ അമ്മയുടെ ഉടമ്പടി തൈല അമ്മച്ചിയുടെ കയ്യെ തേക്കുന്നുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, ഒരു 2 ആഴ്ച കൊണ്ട് അമ്മ ഇട്ടിരുന്ന ബാഗ് എടുത്തു മാറ്റാൻ കഴിഞ്ഞു. അവർക്കെല്ലാം അത്ഭുതകരമായി, അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അമ്മമാതാവ് തന്ന ജോലിയാണ് ഇത് എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്നത് അമ്മ നിന്നെ എനിക്ക് തന്നതാണെന്നാണ് പറയുന്നത്. അതത്ര കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഞാൻ ആ വീട്ടിൽ അന്യയല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ അവർക്കും എൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാനിങ്ങനെ സ്ഥലം എടുക്കുകയെന്ന് മനസ്സിലായി. അമ്മ ഇതെല്ലാം ക്രമീകരിക്കുകയായിരുന്നു എനിക്ക് വേണ്ടിയിട്ടെന്ന് എനിക്ക് അപ്പോൾ ബോധ്യപ്പെട്ടു. ഞങ്ങളിങ്ങനെ 50,000 രൂപ കൊടുക്കാമെന്ന് പറയുകയും 21-ാം തീരുമാനിച്ച് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ അങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ടിൽ 4,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചേട്ടായിനോട് പറഞ്ഞു, ചേട്ടായി ബുധനാഴ്ച അമ്മയുടെ ദിവസമാണ്, 2:30 മണിക്ക് എഗ്രിമെൻ്റ് തീരുമാനിച്ചോ. ഞാൻ അന്ന് ആ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും കുളിപ്പീരും എല്ലാം കഴിഞ്ഞിട്ട് 2:30 മണിക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ 50,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ ക്രമീകരിച്ചത് 75,000 രൂപയായിരുന്നു ഞങ്ങൾക്ക് എഗ്രിമെൻറ്റിന് കൊടുക്കാൻ സാധിച്ചത്. അത്ഭുതകരമായിട്ട് ഇവിടെ നിന്ന് അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, എങ്ങനെ ആ പൈസ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ആ അത്ഭുതകരമായ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനും പറയാറുണ്ട്, ഇതുപോലൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ അമ്മ തരണേ എന്ന്. അതുപോലെ തന്നെ ആ 75,000 രൂപ ഞങ്ങൾ കൊടുത്തു വന്നപ്പോൾ നിൽക്കുന്ന UK-യിലാണ് ആ ചേച്ചി, എമിലി എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ചെയ്തെന്നും അവർക്കെല്ലാവർക്കും വലിയ താല്പര്യമായി. അവർ വിളിച്ചുകൊണ്ടേയിരുന്നു എന്തായി, എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തന്നു. ഞങ്ങൾക്ക് അങ്ങനെ 75,000 രൂപ കൊടുത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ഫുൾ പൈസ കൊടുക്കാമെന്നും താക്കോൽ അത് കഴിഞ്ഞിട്ട് വാങ്ങാമെന്നൊക്കെയാണ് ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചത്.
എങ്കിലും ഞാൻ ഈ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. എനിക്ക് ഈ കഴിഞ്ഞ മാസം 4-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. കാരണം ഉടമ്പടി പുതുക്കാൻ ഞാൻ ഒരു മടിയും കാണിക്കാറില്ല. ഇനിയിപ്പോൾ നിയോഗത്തിൽ വെച്ച കാര്യങ്ങൾ നടന്നില്ലേ പോലും ഞങ്ങൾ കുടുംബത്തോടെ പറയാറുള്ളത് ഉടമ്പടി തൈലം കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഉടമ്പടി പുതുക്കാൻ വരുന്നത്. കാരണം ആ അഭിഷേക തൈലത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നാതെ പറയാനുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ വരികയും ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി അവിടെ കയറിയപ്പോൾ ഞാൻ എൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കാൽക്കീഴിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ തിരുക്കുമാരനോട് വാങ്ങിച്ചു തന്ന സ്ഥലം അതിനെന്തെല്ലാം വേണമെന്ന് അമ്മയ്ക്കറിയാം, എല്ലാം ക്രമീകരിച്ച് തരണമെന്ന് പറഞ്ഞു. അമ്മയുടെ കൈകളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി ഇരുമ്പ് ഓടാമ്പിൽ ഒടിക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന് ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന വചനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് എല്ലാ ക്രമീകരണവും തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി പോയി. വീട്ടിൽ ചെന്ന് 6-ാമത്തെ ദിവസം ഞാൻ അന്ന് 7 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചു. എനിക്ക് അമ്മ 7 സെൻറ്റ് സ്ഥലമല്ലേ തന്നത്. ആ 7 സെൻറ്റിന് അച്ഛൻ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ഡിപ്പോസിറ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്ത് നന്മ തന്നാൽ, ഈശോ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ നിങ്ങൾ എന്ത് കാര്യമായിട്ട് പ്രവർത്തിക്കും എന്നൊരു ചോദ്യം അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ധ്യാനത്തിൽ. ഞാൻ പറഞ്ഞു 7 കെട്ട് പത്രം ഞാൻ വാങ്ങിക്കും. കാരണം 7 സെൻറ്റ് സ്ഥലമല്ലേ തന്നത്. ഞാൻ ആ 7 കെട്ട് പത്രങ്ങളും എളുപ്പമുള്ള സ്ഥലങ്ങളോ പള്ളികളിലോ ഒന്നും ഞാൻ കൊടുക്കാറില്ല. അത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അങ്ങനെയാണ്. ഞാൻ മലമുകളിലേക്ക് പോയി ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ പോയതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടും അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വീടുകളിലും. കാരണം എനിക്ക് സ്ഥലങ്ങളിൽ കൊടുക്കുമ്പോൾ അവരിനിയിപ്പോൾ അത് ഉപേക്ഷിക്കുമോ ഒന്നൊക്കെ ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഉടമ്പടി പത്രം എടുത്ത് വെച്ച് കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്ക് കൊടുക്കേണ്ട സ്ഥലം എനിക്ക് കാണിച്ചു തരാൻ പറയും. അതെനിക്ക് വെളിപ്പെട്ട് കിട്ടും. ആ മലകളിലേക്കും ആ വീടുകളിലേക്കും ഞാൻ ചെല്ലും. ആ വീടുകളിൽ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ പത്രത്തിന് വേണ്ടി ഉടമ്പടി എടുക്കാൻ എങ്ങനെ വരണമെന്നുള്ള അത് അക്രൈസ്തവരായിരിക്കാം, എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും ഞാൻ വാതോരാതെ പറഞ്ഞു കൊടുക്കും. അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ ആൾത്താരയിലൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്ക് പത്രം കൊടുക്കും. സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെ ഈ 7 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ കൊടുത്തത് ഒരു 5 പത്രത്തോളമാണ് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഞാൻ കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കൊടുത്തത് മുസ്ലിംസ് കുടുംബങ്ങളിലാണ്. പക്ഷേ അവരെന്നോട് ആ പത്രം വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ് തോന്നിയത്. അവർ പറയുന്ന അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ പത്രം മോള് ഞങ്ങൾക്ക് തന്നെ ഞാൻ നിങ്ങൾ വായിക്കുമോ എന്ന് ചോദിക്കും. വായിക്കുമോ ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞത്. എന്താ മോളെ പറയുന്നത്, ഞങ്ങൾ വായിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്ന് വായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ചില മക്കൾ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ ചോദിക്കും, ഞങ്ങൾ ഇന്നലെ ഒരു സാക്ഷ്യം കണ്ടിരുന്നു ചേച്ചി, ഇങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ അല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നലെ കണ്ടതേ ഉള്ളൂ ചേച്ചി, ഇന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന വല്ലാത്ത അത്ഭുതമാണല്ലോ. അപ്പം അവർ ബീബി എന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പറയും മാതാവ് എന്നെ അവിടെ എത്തിച്ചതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ പത്രം കൊടുക്കാറുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ 7 കെട്ട് പത്രവും തീർന്നു കഴിഞ്ഞപ്പോൾ ഒരത്ഭുതം അമ്മ നൽകി. ഞാൻ പറഞ്ഞല്ലോ ഈ ഒന്നിച്ച് ഫണ്ട് പാസ്സാകുന്നതിനെക്കുറിച്ചും ഫണ്ട് കളക്ട്രേറ്റിലെത്തിയെങ്കിലും താമരശ്ശേരിയിൽ നിന്ന് ഞങ്ങൾക്കത് കൈമാറണമെങ്കിൽ എല്ലാം ഈ പൈസ കൈമാറണമെങ്കിൽ ഞങ്ങൾ സ്ഥലവും വീടും കണ്ട് ഞങ്ങൾ രേഖകൾ കൊടുക്കണം, വീണ്ടും കളക്ടറേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനത് വീണ്ടും ചോദിച്ച് മനസ്സിലാക്കി. അവർ എത്രയും പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇതൊന്ന് സമയം ചുരുക്കി അമ്മേനെ തരണം, ഇനി അങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ആ സ്ഥലവും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അമ്മ എനിക്ക് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നു. അങ്ങനെ ജൂൺ 28-ാം തീയതി ഞങ്ങളുടെ ആധാരം രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ആധാരവും വീടിൻ്റെ താക്കോലുമായിട്ടാണ് ഞങ്ങൾ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. അതിന് അമ്മ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയോട് ഞാൻ ഉടമ്പടി എടുത്ത കാലത്ത് അമ്മ ഒന്നും മറക്കുകയില്ലെന്ന് ജോസഫ് അച്ഛൻ പറയാറുണ്ടല്ലോ. അതുപോലെ എൻ്റെ ഉടമ്പടി പത്രികയിൽ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടി ബുക്കിൽ ഞാൻ എഴുതി വെച്ചു, മെയ് 28-ാം തീയതിക്കുള്ളിൽ അമ്മ എനിക്ക് സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും തരണേന്ന്. അതൊരു പെൻസിലിലായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നത്. ആ എഗ്രിമെൻ്റ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അമ്മ തന്നെ തന്നതാണല്ലോ ആണോ എന്ന് അമ്മയോ ഒരു അടയാളം തരുമോ എന്ന് വെച്ചപ്പോൾ അമ്മ
ഞങ്ങൾ കുരിശ് വരച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക. അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി ബുക്ക് എടുക്കാൻ പറഞ്ഞു. ഞാൻ ബുക്ക് എടുത്തു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുറന്നു. അതിൽ മെയ് 28 എന്ന് എന്നോട് പറഞ്ഞു. എന്നോട് കലണ്ടറെ നോക്കാൻ പറഞ്ഞു. 21/7/28 അമ്മയുടെ പ്രത്യക്ഷീകരണം 7 നിനക്ക് ഞാൻ 7 തന്നിരിക്കുന്നത്, എല്ലാം നിനക്ക് ഞാൻ 7 തന്നില്ല, പിന്നെ എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ മാപ്പ് പറഞ്ഞു. അമ്മേ, നീ തന്ന അനുഗ്രഹങ്ങളെ പുറത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് ഹസ്ബൻഡിൻ്റെ രോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഹസ്ബൻഡിന് പിന്നെ സ്ട്രോക്ക് വന്നതാണെന്ന് ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ചേട്ടയ്ക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞത് ഒരു കുനിഞ്ഞ് ഒരു കസാര പോലും നിങ്ങളെടുത്താൽ പിന്നെ ഇരിപ്പായി പോകും എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം കുടുംബനാഥന് വയ്യാതെ ആയാൽ അറിയാലോ കുടുംബത്തെ കാര്യങ്ങൾ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഡോക്ടർ എന്തും പറഞ്ഞോട്ടെ, അമ്മയുടെ ഉടമ്പടിയിലല്ലേ അമ്മ അതിനൊരു തീരുമാനമാക്കി തരണം എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ആ ഗുളിക മേടിച്ച് വീട്ടിൽ വന്നു. അത് നിന്നു. പിന്നീട് അത് പോയില്ല. അങ്ങനെ തന്നെ നടുവേദനയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പണിസ്ഥലത്ത് വെച്ച് ചേട്ടായിക്ക് ഇങ്ങനെ നടുവേദന ഉണ്ടാവും. ആൾക്കാർ കൂടത്തിലുള്ളവർ ഒരു വണ്ടിക്ക് ചേട്ടായിനെ അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിക്ക് വീട്ടിൽ കൊണ്ടുവരികയും ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടമായി. കാരണം പിറ്റത്തെ ദിവസത്തെ കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ ഈ അസുഖം. ഭയങ്കര സങ്കടം തോന്നി. അമ്മ ഒന്നും പറഞ്ഞില്ല. എല്ലാം ഫ്രഷായി കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഉടമ്പടി തൈലം തേച്ച് ഒരുപാട് പേര് സുഖപ്പെട്ടതായിട്ട് സാക്ഷ്യം ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത ഒരുപാട് പേര് എന്നോട് സാക്ഷ്യം പറയണം എന്ന് പറയാറുണ്ട്. അമ്മ, ഇനി ഞാൻ ഈ ഉടമ്പടി തൈലം എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവിന് തേച്ച് കഴിഞ്ഞിട്ട് സൗഖ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഉടമ്പടി തൈലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. ഈ അഭിഷേക തൈലത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ഭർത്താവിൻ്റെ നടുവേദന പൂർണ്ണമായി മാറി. നാളെ എൻ്റെ ഭർത്താവ് പണിക്ക് ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്ബൻഡിൻ്റെ നടുവിന് കുരിശിട്ടു. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഒരു നടുവേദനയില്ലാതെ ഹസ്ബൻഡ് പണിക്ക് പോകുകയും നല്ല രീതിക്ക് ഇന്നും പണിയെടുക്കുന്നു. എന്ത് വേദനകളുണ്ടെങ്കിലും അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അഭിഷേക തൈലം തേച്ചാണ് ഹസ്ബൻഡ് പണിക്ക് പോകുന്നത്. ഓരോ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ പറയുന്നു ഉടമ്പടി എടുത്ത എല്ലാം നല്ല കൃത്യമായിട്ട് നടക്കും എന്നല്ല, പക്ഷേ അമ്മയുടെ സംരക്ഷണം, ഈ തിരുക്കുമാരൻ്റെ സംരക്ഷണം നമ്മുടെ കൂടത്തിലുണ്ടാവും. എന്ത് കഷ്ടപ്പാടിലും നമ്മുടെ കൂടത്തിലുണ്ടാവുന്നു ഉള്ള തെരുവുകളാണ്. ഹസ്ബൻഡിൻ്റെ അത് കഴിഞ്ഞും ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായി. ആ അപകടത്തിൽ നിന്നെല്ലാം അമ്മ എങ്ങനെ സംരക്ഷിച്ചു എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതകരമായിട്ട് ഈ ആൾത്താറിൽ എൻ്റെ ഭർത്താവിനെയും കൂട്ടി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മ ഈശോയോട് വാങ്ങിച്ചു തന്ന അനുഗ്രഹമാണ്. അത്ര വലിയ അപകടങ്ങളിൽ നിന്നാണ് എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടത്. പിന്നെ എൻ്റെ മകളുടെ കാര്യമാണ്. മകൾക്ക് വയറുവേദന, ഭയങ്കര കർശമായ വയറുവേദന. എന്ന് കുർബാനയ്ക്ക് പോയാലും അവളെക്കൂട്ട് വയറുവേദനയാണെന്ന് പറഞ്ഞ് എല്ലാം സ്കാൻ ചെയ്തു, ഒരു കുഴപ്പമില്ല. എങ്കിലും ഒരു മാസമായിട്ട് അവൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഭയങ്കര വയറുവേദന. സിസ്റ്റേഴ്സ് പറയാൻ തുടങ്ങി, അമ്മയുടെ കൂടെ പള്ളി വന്നാൽ മതി, എന്നും വയറുവേദനയാണെന്ന് മകനോട് പറഞ്ഞു വിടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമായി. ചികിത്സിച്ചിട്ടൊന്നും സ്കാനിങ്ങിലൊന്നുമില്ല, പക്ഷേ വയറുവേദന കലക്ഷമാണ്. അന്ന് രാത്രിയിലും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഉടമ്പടി തൈലമല്ലേ കയ്യിലിരിക്കുന്നത്, നീ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്ക്, അത് നാളത്തേന് മാറിക്കൊള്ളും എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവളുടെ വയറിൽ കുരിശിട്ടു, പ്രാർത്ഥിച്ചു. അമ്മേ, നീ ഇത് ഏറ്റെടുക്കണം, എന്താണെങ്കിലും നീ അവൾക്ക് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മ അന്ന് രാത്രി അവൾക്കൊരു സ്വപ്നം ഉണ്ടായി. അമ്മ അവളുടെ അടുത്ത് വന്ന് സിൽവർ ഗ്രേ കളറിൽ റോസാപ്പൂ ചുറ്റുമായിട്ട് വന്ന് നിന്നു. ഈശോ തിരുക്കുമാരൻ പുറകിൽ നിൽക്കുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടു. അവളുടെ വയറെ തടവുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടു. അതോടുകൂടി ഇന്ന് വരെ അവൾക്ക് ആ വയറുവേദന വന്നിട്ടില്ല. അതുപോലെ പഠനത്തിന് അവൾ തികച്ചും പിന്നോക്കമായിരുന്നു. പഠനം പഠിച്ച അവൾക്ക് ഓർമ്മയില്ല, ഒന്നുമില്ല. ഞാനത് ഉടമ്പടിയിൽ വെച്ചു. അമ്മേ, നീ പഠനത്തിനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം 8ൽ നിന്ന് 9ലേക്ക് ജയിക്കുന്നവരിൽ 10 പാസ്സാക്കിയാലെന്ന് പറഞ്ഞെങ്കിലും അവളെല്ലാത്തിനും ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞെങ്കിലും ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ, അവളുടെ വിശ്വാസം കൂടിക്കാനും അവൾ ഒരു 4-5 പത്രം അവരുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ കൂടത്തിൽ വന്ന് കൊടുക്കാറുമുണ്ട്. ആ ബലത്തിൻ്റെ പുറത്ത് അവൾക്ക് ആ വിജയം നൽകണമേ എന്ന് പറഞ്ഞു. അവൾക്ക് അമ്മ ഞാൻ വന്നപ്പോൾ അവൾക്ക് 8ൽ നിന്ന് 9ലേക്ക് ജയിക്കാനുള്ള ഒരു കൃപ കൊടുത്ത് അനുഗ്രഹിച്ചു. അന്ന് അവൾ വചനം എടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഈശോ എനിക്ക് വചനം തന്നു. ആ വചനം എനിക്ക് ഭയങ്കര സന്തോഷപ്പെട്ടു. കാരണം ആ വചനം അവളുടെ മനസ്സിൽ ആഴപ്പെട്ടിരുന്നു. അതാ ഞാൻ ആ വിജയത്തിനെക്കാട്ടും കൂടുതൽ അവർ ആ വചനത്തെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിശ്വസിച്ചു.
അതുപോലെ എൻ്റെ മകൻ സബിൻ, അവൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അമ്മേ മാതാവേ, എൻ്റെ മകന് നീ ഉദ്ദേശിക്കുന്ന വിജയം നൽകി അനുഗ്രഹിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാം, എങ്കിലും അവൻ്റെ യോഗ്യത എന്താണെന്ന് എനിക്കറിയത്തില്ല. അമ്മ അവൻ്റെ കൂടത്തിൽ നിന്ന് അവനെ പരീക്ഷ എഴുതിക്കണം. അവൻ ക്ലാസ്സിൽ മോശമില്ല, എല്ലാ അധ്യാപകർക്കും വലിയ താല്പര്യമാണ്, പഠനത്തിൽ മുന്നിലാണ് എന്നൊക്കെ പറയുമെങ്കിലും അവൻ എന്നോട് വന്ന് പറയാറുണ്ട്, കണക്കും ഇംഗ്ലീഷും അമ്മ കണക്ക് എഴുതുമ്പോൾ ഞാൻ എല്ലാം ചെയ്യും, ക്രിയയെല്ലാം ശരിയാക്കും, ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ തെറ്റിപ്പോവും, അവിടെയാണ് മാർക്ക് പോണത്. ഞാൻ അങ്ങനെ അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അവൻ പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് 1000 മണി ജപമാല ചൊല്ലി അവനും അവൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടാളികൾക്കും എല്ലാവർക്കും പ്രാർത്ഥിച്ചു. അവൻ എത്ര പരീക്ഷ എഴുതി അതിനെല്ലാം 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മ മാതാവും തിരുക്കുമാരനും കൂടെ അവന് SLCക്ക് 9 A+ 1 A നൽകി അനുഗ്രഹിച്ചു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. അവൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പോകുമ്പോഴും അവൻ USS പാസ്സാകുമെങ്കിലും എല്ലാത്തിനും പോകുമ്പോഴും അവൻ എന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെടാറുള്ളൂ, അമ്മ ഇരുന്ന് ജപമാല ചൊല്ലണം. ഞാൻ അവിടെ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലൂലേ എന്ന് ചോദിച്ചിട്ട് അവൻ പോകാറ്. ഞാൻ ഉപ്പും തൈലവും കൊടുത്ത് തേച്ച് അവന് പ്രാർത്ഥിച്ച് ഒരുക്കി വിടും. അവനെല്ലാത്തിനും പാസ്സാകാനുള്ള കൃപ അമ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ USSൻ്റെ പരീക്ഷയുടെ ഫലം വന്നെങ്കിലും അതിൻ്റെ ആനുകൂല്യം അവന് മാത്രം എന്തോ തടസ്സപ്പെട്ട് കിടന്നു, അത് കിട്ടുമോയെന്ന് അറിയില്ലെന്ന് പിന്നെ സാർ അറിയിച്ചു. അതുപോലെ വേറൊരു സ്കോളർഷിപ്പിനും അവന് വെച്ചു, അതും തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് നമ്മുടെ സാഹചര്യത്തിൽ നമുക്കത് കിട്ടുകയാണ്, ഉപകാരമാണ്, ടീച്ചേഴ്സിനൊക്കെ അറിയാം. ആ ടീച്ചേഴ്സിന് പറഞ്ഞു ഇന്നും കൂടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ വന്നു, അന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗ ഇട്ട പ്രകാരം അതും അവന് ആ ആനുകൂല്യങ്ങളും അവന് ലഭിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞിതിൻ്റെ സാക്ഷ്യമാണ്. അവൾക്കും ഈ പറയും പോലെ വയറിൻ്റെ ആണെന്ന് ഭയങ്കര വയറുവേദനയായിരുന്നു. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്കാനൊന്നും ചെയ്യാൻ പോയില്ല. അവളുടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു, അത് പൂർണ്ണമായി മാറി. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന അവൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു, അതും അവളുടെ അലർജിയുടെ പ്രശ്നങ്ങളും മാറി. പിന്നീട് എനിക്കുള്ളൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ തൊണ്ടയ്ക്ക് ആദ്യത്തെ സാക്ഷ്യം കേട്ടാൽ അറിയാം, ഒരു അടപ്പ് പോലത്തെ ഒരു സൗണ്ടായിരുന്നു ആ സാക്ഷ്യത്തിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ തൊണ്ടയിൽ സൗണ്ട് വരുന്നവിടെ അടഞ്ഞു പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഇനിയും വർത്താനം പറയാതെ ഒരു 2-3 മാസമെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കണം, നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ചു പോന്നു. മരുന്ന് മേടിച്ച് തിരിച്ചു പോന്നു. ഞാനത് കഴിച്ചില്ല. ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. മിണ്ടരുത് എന്ന് എന്നോട് പറയുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എന്നെ എല്ലാവരും സത്യം പറഞ്ഞാൽ എന്നെ സേവ് ചെയ്യുന്ന കൃപാസനം എന്നാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൃപാസനത്തിൽ വരുമ്പോൾ എല്ലാ സംശയങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും എന്നെ ചോദിക്കും എന്താണ് ഉടമ്പടിയിൽ ചെയ്യാനുള്ളതെന്നൊക്കെ ചോദിക്കും. ഞാൻ നല്ലോണം അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നതിലും മീതെ ഞാനിങ്ങനെ സംസാരിക്കും. അതുകൊണ്ട് ഈ സംസാരം പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സൗണ്ട് അടഞ്ഞു പോകുന്നത്. പക്ഷേ ഞാനിതെല്ലാം കഴിഞ്ഞ് വന്നെങ്കിലും സംസാരിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും എന്നോട് ആരെങ്കിലും ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തീരാത്ത വിധത്തിൽ ഞാൻ സംസാരിക്കും. അവരോട് സംസാരിച്ചു എങ്കിലും ഫിസിയോതെറാപ്പിയൊക്കെ പറഞ്ഞെങ്കിലും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ തൊണ്ടയിൽ ആ ബുദ്ധിമുട്ട് പൂർണ്ണമായി അമ്മ എടുത്തു മാറ്റി. ഇന്ന് എൻ്റെ തൊണ്ടയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഞാനതിന് യാതൊരു മരുന്നും കഴിച്ചിട്ടുമില്ല. അമ്മയും തിരുക്കുമാരനും ഈശോയോട് വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു, തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. സിനി സജിൻ്റെ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. വലിയ വലിയ അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നത്. സിനി പറയുകയായിരുന്നു, അവർക്ക് ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട് അവർ ആ വീടും പറമ്പും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് പ്രതിനന്ദിയായി 7 സെൻറ്റിന് 7 കെട്ട് പത്രം. അതുപോലെ തന്നെ അത് ലഭിക്കാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്, എൻ്റെ കുർബാനയുടെ യോഗ്യത കൊണ്ട് നീ എനിക്ക് ഇത് സാധിച്ചു തരണം. അതുപോലെ തന്നെ ജപമാല റാലിയിൽ അവർ പങ്കെടുത്തപ്പോഴുണ്ടായ അവരുടെ വലിയ ഒരു അനുഭവം. സമയം നീണ്ടുപോയി. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്, പക്ഷേ ചില കാര്യങ്ങൾ സമയം നീണ്ടുപോകുമ്പോൾ ജോസഫ് അച്ഛൻ പറയാറുണ്ട് അത് അനുഗ്രഹം വലുതായിരിക്കുമെന്ന്. ഇവരുടെ അനുഗ്രഹം വളരെ വലുതായിരുന്നു. അവർ വീട് ആഗ്രഹിച്ചപ്പോൾ വീടും പറമ്പും
താൻ ജോലി ചെയ്ത വീട്ടിലുള്ള വലിയ ദൈവാനുഗ്രഹമുള്ള കുടുംബാംഗങ്ങൾ ഇവരെ വളരെയധികം സഹായിച്ചു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം പല വിധത്തിൽ, പല വ്യക്തികളിൽ, പല സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ലഭിക്കുമെന്ന് നമുക്കുറപ്പുണ്ട്. അതാണ് ഈ സഹോദരി ഇവിടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വപ്നത്തിലൂടെ മക്കളെയും എപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ അനുഗ്രഹം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ബാക്ക് പെയിൻ ഈശോ വിശുദ്ധ തൈലത്തിലൂടെ എടുത്തു മാറ്റിയത് സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. സഹോദരി പറഞ്ഞ ഏറ്റവും വലിയൊരു മനോഹരമായ സാക്ഷ്യം ഇതാണ്: എനിക്ക് വിശുദ്ധ തൈലം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. നമുക്ക് വിശുദ്ധ വസ്തുക്കൾ കൈമാറാൻ അനുവാദമില്ല എന്ന് ഉടമ്പടി എടുത്തവർക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ക്ലാസ്സുകൾ നാം കൃത്യമായി ഉടമ്പടി പുതുക്കൽ ക്ലാസ്സുകളും ആദ്യമായി എടുക്കുന്ന ക്ലാസ്സുകളും നാം കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. അതില്ലെങ്കിൽ നാം ഉടമ്പടി വസ്തുക്കൾ കൈമാറുന്നത് മൂലം അവർക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. കാരണം ഉടമ്പടി എടുത്ത വ്യക്തികളാണ് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് ജോസഫ് അച്ഛൻ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ, നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുവാൻ നമ്മെ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. സിനി സജിൻ്റെ കുടുംബത്തിന് ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് കൃപാസന മാതാവിനും തിരുക്കുമാരനും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അബി റോയ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ വിജയഗിരി ഇടവംഗമാണ്. ഞാനിപ്പോൾ കടന്നു വരുന്നത് UK നോർത്തേൺ അയർലൻഡ് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് 22 പക്ഷേ അതിന് മുന്നേ ഞാൻ കൃപാസനത്തിൽ പതിവായി കടന്നു വരുന്ന ഒരാളായിരുന്നു. ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചത് പാലായിലാണ്. BSc സൈക്കോളജിയാണ് ഡിഗ്രി പഠിച്ചത്. ഞാൻ 2022 ആദ്യം കൃപാസനത്തിലോട്ട് ഞാൻ കടന്നു വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമൊക്കെ എഴുതിയതിന് ശേഷമാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അപ്പം എൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും എനിക്ക് B ഗ്രേഡ് C ഗ്രേഡൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ ഞാൻ കിട്ടിയത്. ഞാൻ എന്ന് കൃപാസനത്തിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ചോ അതിനുശേഷം ഞാൻ എഴുതിയ എല്ലാ എക്സാമുകൾക്കും എനിക്ക് നല്ല ഗ്രേഡ് A ഗ്രേഡിലോട്ട് മാറി. ചില വിഷയങ്ങൾക്ക് ഫുൾ മാർക്കായി കിട്ടി. പക്ഷേ അന്നൊന്നും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഞാൻ ജസ്റ്റ് വന്ന് പ്രാർത്ഥിക്കുന്നു, പോകുന്നു, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 2023 ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി. എല്ലാ സബ്ജക്റ്റിനും A ഗ്രേഡോടുകൂടെ നല്ല മാർക്കോടുകൂടെ തന്നെ ഞാൻ പാസ്സായതിന് ശേഷം എനിക്ക് UK പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഓടി വരും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ തിരിച്ചു പോകും. ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. UK എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞു. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുരുക്കുകൾ അഴിയുന്നത് പോലെയായിരുന്നു മാതാവ് എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി തന്നിരുന്നത്. IELTSൻ്റെ റിസൾട്ട് വരാനൊക്കെ ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അതിനുശേഷം ഞാൻ ഓർക്കാതിരുന്ന സമയത്ത് തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോർ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ UK ടോപ്പ് 25 യൂണിവേഴ്സിറ്റിയിൽ തന്നെ മാതാവ് എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ UK മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എത്തി. UK എത്തിക്കഴിഞ്ഞ് ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായി ഞാൻ ജോലി ചെയ്തിരുന്നൊരു സ്ഥാപനം KFC ആയിരുന്നു. ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ എനിക്ക് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നീട് ഭയങ്കരമായിട്ട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ തുടങ്ങി, ഒരുപാട് മെൻ്റൽ ടോർച്ചർ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ മറ്റൊരു ജോലി അന്വേഷിക്കുന്നത്. ഞാൻ എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഉടമ്പടി എടുക്ക്, പ്രാർത്ഥിക്ക്, അപ്പം നിയോഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാതാവ് ഉറപ്പായിട്ടും സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. മാർച്ച് 22 2024 ഞാൻ എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എന്താണ് ഉടമ്പടി എന്ന് ഞാൻ വ്യക്തമായ അച്ഛൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ കേട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടി നടക്കുന്നത്, എന്തെല്ലാം നമ്മൾ ചെയ്യണം, എങ്ങനെയായിരിക്കണം നമ്മൾ ഉടമ്പടി ജീവിതം ജീവിക്കേണ്ടതെന്നല്ല ഞാൻ വ്യക്തമായി ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വിത്തിൻ 2 വീക്സ് തന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്തോട്ട് എനിക്ക് പുതിയൊരു പാർട്ട് ടൈം ജോലി റെഡിയായി. അത് ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് തന്നെയാണ് എനിക്ക് പിന്നെ പാർട്ട് ടൈം ശരിയായത്. ഞാൻ മാതാവിന് ഒരുപാട് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു, ഞാൻ UK ചെന്ന് MSc അപ്ലൈഡ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, അതായത്
ഓട്ടിസം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അങ്ങനെയുള്ള കുട്ടികളെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു സൈക്കോളജി ആയിരുന്നത്. അപ്പം അതിലാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി UK ചെന്നത്. അപ്പോൾ അതിലൊരു മൊഡ്യൂളാണ് പ്ലേസ്മെൻറ്റ് മൊഡ്യൂളുണ്ട്. അപ്പം എൻ്റെ ക്ലാസ്സിൽ ഏകദേശം 60 കുട്ടികളുണ്ട്. 60 കുട്ടിയിൽ ഞാൻ മാത്രം മലയാളം സംസാരിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാർ, അവിടെ ജനിച്ച് വളർന്നവർ. അപ്പോൾ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കണം. ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആപ്ലിക്കേഷനകത്ത്, പ്ലേസ്മെൻറ്റിനകത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്ലേസ്മെൻറ്റ് എടുക്കുന്നത്, നമ്മൾ ഈ പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ഇവിടെ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഞാൻ 1 കൊല്ലം അസിസ്റ്റൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഒരു സ്കൂളായിരുന്നു. അപ്പം അവിടെ വെച്ച് മുതലാണ് എനിക്ക് ഓട്ടിസം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ജീവിക്കണം, അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ ചിന്തയിലോട്ട് വന്നതും. അങ്ങനെ UK ഞാൻ പ്ലേസ്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്ലേസ്മെൻറ്റിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവ് എഴുതി. ഞാൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പ്ലേസ്മെൻറ്റിന് വെച്ചത്. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആഗ്രഹിച്ച ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ തന്നെ ഓട്ടിസം കുട്ടികളുടെ പേരൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിസർച്ചിൻ്റെ ഭാഗമാകാൻ എനിക്ക് പറ്റി. അത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു പ്ലേസ്മെൻറ്റ് എൻ്റെ പിന്നീട് എനിക്ക് സംഭവിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും ഒരു പാതയായിരുന്നു എന്ന് തന്നെ എനിക്ക് പിന്നീടാണത് മനസ്സിലായത്. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പ്ലേസ്മെൻറ്റിന് പോയി. നല്ല മാർക്കോട് തന്നെ പ്ലേസ്മെൻറ്റ് മൊഡ്യൂൾ ഞാൻ പാസ്സായി. പിന്നീട് ഞാൻ അടുത്ത നിയോഗമായിട്ട് വെച്ചത് എൻ്റെ എല്ലാ സബ്ജക്റ്റുകളും തോറ്റു പോകാതെ പാസ്സാകണമെന്നായിരുന്നു. ആദ്യം ഞാൻ UK ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ആക്സെൻറ്റിൽ സംസാരിക്കുക, സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഒരു അസൈൻമെൻറ്റിനൊക്കെ ആദ്യത്തെ അസൈൻമെൻറ്റിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 1.5 മാസം ഞാൻ എടുത്തു ഒരു 3000 വേർഡ്സിൻ്റെ ഒരു എസ്സേ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലേജറിസം അങ്ങനെ കാര്യമുള്ളതുകൊണ്ട് നമുക്ക് ഒരിടത്ത് നോക്കി എഴുതാൻ പറ്റത്തില്ല. അപ്പം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആദ്യത്തെ എഴുതിയത്. പക്ഷേ ഞാൻ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അസൈൻമെൻറ്റുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോ അസൈൻമെൻറ്റ്, ഒരു മാസത്തിൽ 2 അസൈൻമെൻറ്റ് വരെ ഉണ്ടായിരുന്നു. എല്ലാ അസൈൻമെൻറ്റ് വെക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയും ലാപ്ടോപ്പിൽ കുരിശ് വരച്ചൊക്കെയാണ്. എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് അപ്പം ഞാൻ ലാപ്ടോപ്പിൽ കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടുകൂടെ തന്നെ മാതാവ് എന്നെ വിജയിപ്പിച്ചു. മറ്റൊരു കാര്യം ഞാൻ വെച്ചതായിരുന്നു UK ഡ്രൈവിംഗ് ലൈസൻസ് UK കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് ഞാൻ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ഫസ്റ്റ് എക്സാമിന് പോയപ്പം. അപ്പോൾ ആദ്യത്തെ എക്സാമിന് പോയപ്പോൾ ഇത് എനിക്ക് സിമ്പിളായിട്ട് കിട്ടുമല്ലോ, ഞാനിവിടെ വണ്ടി ഓടിക്കുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി. ഫസ്റ്റ് തിയറി എക്സാമിനും ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിനും ഞാൻ ഫെയിലായി. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ കഴിവുകൊണ്ട് കിട്ടില്ല, മാതാവ് ഇറങ്ങി വന്ന് സഹായിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അടുത്ത എക്സാമിന് പോകുമ്പം എൻ്റെ വണ്ടിയിൽ മാതാവും കൂടെ വന്നിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ തിയറി എക്സാമും ഞാൻ പാസ്സായി, പ്രാക്ടിക്കൽ എക്സാമും പാസ്സായി. കൃപാസന മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ മറ്റൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു, പഠിച്ച് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ. UK അങ്ങനെ വിദേശത്തോട്ടൊക്കെ പോകുന്ന എല്ലാ കുട്ടികളുടെ ആഗ്രഹമാണ് അവർ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടുക. ഞാനും ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ഒരു ആൻറ്റി കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ കൃപാസന ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എനിക്ക് കൃപാസന ഉപ്പ് നൽകി എന്നെ അനുഗ്രഹിച്ചു. അപ്പം ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്താലും എനിക്ക് തടസ്സങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം ഞാൻ ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിനെല്ലാം ഞാൻ ചുറ്റും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞേ ഒന്നും എനിക്ക് ഈ സമയത്ത് ഇപ്പോഴും അന്നും ഓർമ്മയില്ല, ഇന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് എന്തൊക്കെയോ മറുപടികൾ ഞാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിന് 2 ദിവസത്തിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂ സെലക്റ്റായി. അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ഒരു സ്പെഷ്യൽ സ്കൂളാണ്. UK ഒരു 70 വർഷം 80 വർഷം പാരമ്പര്യമുള്ള ഒരു വളരെ നല്ലൊരു ക്യാമ്പ് ഹിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ സ്കൂളിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനവിടെ പോസിറ്റീവ് ബിഹേവിയർ ആൻഡ് ലേണിംഗ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലാണ് ഞാനവിടെ വർക്ക് ചെയ്യുന്നത്. മാതാവ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ, എൻ്റെ ഗ്രാജുവേഷന് 2 മാസം മുന്നേ മാതാവ് എനിക്ക് ആ ജോലി നൽകി എന്നെ അനുഗ്രഹിച്ചു. ഇപ്പം സ്കൂൾ അടച്ച സമയത്ത്
ഞാൻ ലീവിന് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ സാക്ഷ്യം പറയാനും തീർത്ഥാടന ഉടമ്പടി എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ വന്നത്. അതുപോലെ തന്നെ എനിക്ക് മാതാവ് വഴി കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഒരുപാട് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് വാഹനത്തിലൂടെ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ വാഹനം ഞാൻ ഡെലിവറി ജോബും കൂടെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഡെലിവറി ജോബിന് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വാഹനത്തിൽ ബൈബിൾ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര മഴയായിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ റോഡിൽ സാധാരണ UK എല്ലാ റോഡിലും റോഡ് മാർക്കിങ്സ് ഉള്ളതാണ്. അപ്പം ഞാൻ അന്ന് പോയ വഴി ഒരു ഊട് വഴിയായിരുന്നു. അതിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ റോഡിൽ മാർക്കിംഗ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ നേരെ പോയി എൻ്റെ വലതുവശത്തുനിന്ന് വന്ന വണ്ടി എൻ്റെ വണ്ടിക്കിട്ട് ഇടിച്ചു. ഞാൻ ഒരു സെക്കൻഡ് നേരത്തെ ആ സ്പീഡിൽ പോവുമായിരുന്നെങ്കിൽ കറക്റ്റ് വണ്ടി എൻ്റെ ദേഹത്ത് ഇടിച്ചേനെ. പക്ഷേ എൻ്റെ സ്പീഡൊക്കെ നിയന്ത്രിച്ച് മാതാവ് എന്നെ രക്ഷിച്ചു. എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയിപ്പോയി. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അവിടെ ചെറിയൊരു ഇടി വണ്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ടോട്ടൽ ലോസ് ആയിട്ട് വിടും. അങ്ങനെ എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് വണ്ടിയില്ല. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് ഒരു കാര്യം വന്നത്. റോഡിൽ മാർക്കിംഗ് ഒന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്താ? അങ്ങനെ ഞാൻ UK റോഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കംപ്ലയിൻറ്റ് ഞാൻ ചെയ്തു. ഇന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു, മഴയായിരുന്നു, റോഡിൽ മാർക്കിങ്ങോ സൈൻ ബോർഡുകളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ വണ്ടി ഇടിച്ചു. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ അയച്ചു. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവരെനിക്ക് റിപ്ലൈ ചെയ്തു, നിങ്ങളുടെ ഫയൽ ഞങ്ങൾ പഠിക്കുകയാണ്, 1 മാസത്തിനുള്ളിൽ റിപ്ലൈ തരാമെന്ന്. അങ്ങനെ എൻ്റെ വണ്ടിക്ക് ഞാൻ എന്താണോ ചിലവാക്കിയത് അതിൽ കൂടുതൽ പൈസ എനിക്ക് റോഡ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ആ പൈസ കിട്ടി. അപ്പം ഞാൻ മറ്റൊരു വണ്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിൻ്റെ 7 എന്നുള്ള അക്കമുള്ള ഒരു നമ്പർ പ്ലേറ്റിൽ എവിടെയെങ്കിലും 7 എന്നുള്ള അക്കമുള്ള വണ്ടി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി നോക്കി. അവസാനം എന്നാൽ പിന്നെ ഞാൻ മടുത്തു, ഇനി നോക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് വേറൊരു ആപ്ലിക്കേഷൻ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഒരു റെഡ് കളറുള്ളൊരു വണ്ടി എൻ്റെ കണ്ണിൽ ഉടക്കി. പെട്ടെന്ന് ഞാൻ എൻ്റെ നമ്പർ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 7 ഉണ്ട്. ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ ആ ഓണറിനെ വിളിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ പോയി വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങിച്ചു. ഇപ്പോഴത്തെ UK കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വളരെ നല്ലൊരു പുതിയ വണ്ടി തന്നെ എനിക്ക് മാതാവ് നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ UK വഴികളിലെല്ലാം ഭയങ്കര സ്പീഡിലാണ് എല്ലാവരും ചില വഴികളിലൂടെയൊക്കെ വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ, ഞാൻ തലവേദനയൊക്കെ പിടിച്ച് കണ്ണ് ചിമ്മിപ്പോയ സമയത്തൊക്കെ മാതാവ് എന്നെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് വാഹനത്തിൽ കൂടെ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. പിന്നെ ഉടമ്പടി വസ്തുക്കൾ, ഈ ആൻറ്റി തന്ന ഉപ്പ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടുന്ന് പോയപ്പം UK ചെന്നതിന് ശേഷം എൻ്റെ 2 പല്ല് കേടായി. അസാധ്യമായ പല്ല് വേദനയായിരുന്നു. ഒരിക്കലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ, എനിക്കതിനെ സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്തുള്ള ഒരു പല്ലുവേദനയായി മാറി. അപ്പം തണുപ്പ് കൂടുമ്പോഴത്തേക്കും ഭയങ്കര പല്ലുവേദനയായി, തലവേദനയായി. അപ്പം ഞാൻ ആ പല്ലുവേദനയുള്ള സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ പല്ലുവേദന നന്നായിട്ട് കുറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ, ഞാൻ നാട്ടിൽ വരുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ളൊരു ശക്തി എനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ മാതാവ് എനിക്ക് നാട്ടിൽ വരുന്ന അന്ന് വരെ എനിക്ക് പല്ലുവേദന ഇല്ലാതെ, എൻ്റെ പല്ല് വേദനയൊന്നും ഇല്ലാതെ മാതാവ് റെഡിയാക്കി തന്നു. പിന്നെ എൻ്റെ ശരീരത്തിലിടയ്ക്ക് വലിയ കുരുക്കളൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര വേദനയായപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ചെറുതായിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് ആ കുരുവിൻ്റെ മുകളിൽ പുരട്ടി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കുരുവെല്ലാം ചുങ്ങിപ്പോയി തുടങ്ങി. അതാണ് എനിക്ക് ഉടമ്പടി വസ്തുക്കൾ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം. പിന്നീട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇംഗ്ലീഷുകാർ തന്നെയാണ്. ആരും മലയാളികളില്ല, ഇന്ത്യക്കാരും ഇല്ല. അപ്പോൾ ഞാൻ അവിടെ മാതാവിനെ പറ്റി ഞാൻ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം സംസാരിക്കുന്ന സമയത്ത് ജപമാലയെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. അപ്പം കൂടെ ഉള്ളൊരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ജപമാല അവിടുത്തെ OLX പോലത്തെ ഒരു സംഭവത്തിൽ നല്ല കാണാൻ ഭംഗിയുള്ള ജപമാലയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ജപമാല എടുത്ത് OLX പോലത്തെ അതിനകത്ത് വിറ്റെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളാരും ജപമാല വിൽക്കാറില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ഞങ്ങളുടെ തകർച്ചയിലും ആശ്രയമാണ് ഈ ജപമാല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൈവശമുള്ള ജപമാല ഞാൻ എടുത്തു കാണിച്ചു. ഞാൻ എവിടെ പോയാലും, ഈവൻ ജിമ്മിൽ പോയാൽ പോലും ഞാൻ എൻ്റെ ഈ ജപമാലയായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് വളരെയധികം ശക്തി നൽകുകയും സംരക്ഷണം നൽകുകയും ചെയ്തതാണ് ഈ ജപമാലയാണ്. പിന്നെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും അത് സ്റ്റാറ്റസ് ആക്കി ഇടുകയും ചെയ്യും. അതേപോലെ തന്നെ
സാക്ഷ്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങൾ നടക്കുന്ന ഉടമ്പടി ധ്യാനം പൂർണ്ണമായിട്ട് കാണുകയും അത് സാക്ഷ്യമായി അത് സ്റ്റാറ്റസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അനാഥാലയങ്ങളിലൊക്കെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ UK ഇങ്ങനെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുകൾ വളരെ കുറവാണ്. പക്ഷേ ഞാൻ കാരുണ്യപ്രവൃത്തി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് വാഹനമില്ലാത്തവരുണ്ട്. പക്ഷേ ദേവാലയത്തിൽ പോയി പള്ളിയിൽ പോയി അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ആ ഏരിയയിലുള്ള പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറയുന്ന എല്ലാ ആൾക്കാരെയും എൻ്റെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൽ കൊണ്ടുപോയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വെളിപാട് 3:8 നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. അബി റോയി എന്ന ഈ മകൻ്റെ സുന്ദരമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മകൻ 2020 മുതൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്നതും അമ്മയോട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അതിൻ്റെ കഷ്ടതകളിലും അസ്വസ്ഥതകളിലും അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന മകനാണെന്ന് മകൻ സൂചിപ്പിച്ചു. മകൻ്റെ ഗ്രാജുവേറ്റ് പഠനത്തിന് ശേഷം വിദേശത്തേക്ക് പോകുന്ന നാളുകളിലും അമ്മയുടെ അരികിലെത്തി പ്രാർത്ഥിച്ചിട്ടാണ് മകൻ വിദേശത്തേക്കുള്ള യാത്ര പോകുന്നത്. അവിടെ എത്തി പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം തുടങ്ങുമ്പോഴാണ് മകന് 1-2 കാര്യങ്ങൾ അവിടെ ക്ലേശമുണ്ടായി. ഒന്ന്, ആഗ്രഹിക്കുന്ന ഇടത്ത് അവന് പഠനത്തിന് ചേരണമായിരുന്നു. 2, പരീക്ഷകൾ തടസ്സമില്ലാതെ വിജയിക്കണമായിരുന്നു. അങ്ങനെ പരീക്ഷകൾക്ക് വന്ന ചെറിയ ക്ലേശങ്ങളും അവിടെ പഠനത്തിൽ വന്ന ചില തടസ്സങ്ങളുമാണ് ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ജീവിക്കുവാനായി മകനെ സഹായിക്കുന്നത്. അവനത് ആദ്യമായി അമ്മയെക്കുറിച്ചോ ഉടമ്പടിയെക്കുറിച്ചോ ഒന്നും അറിയുന്നതല്ല. ശരിക്കും ഒരു ഉടമ്പടി ജീവിക്കുന്നത് പോലെ തന്നെ തൻ്റെ യൗവനകാലത്ത് താൻ കണ്ടുമുട്ടിയ കൃപാസന മാതാവിനോട് ഒരു ആത്മബന്ധം പുലർത്തിക്കൊണ്ടാണ് മകൻ ശരിക്കും ജീവിച്ചു തുടങ്ങിയത്. മകൻ പറഞ്ഞത് പിന്നീട് തൻ്റെ പഠന മേഖലയിലുണ്ടായ വിജയങ്ങളാണ്. അത് പലതരത്തിൽ ക്ലേശങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, അനിശ്ചിതാവസ്ഥകളിലേക്കൊക്കെ പോകാമായിരുന്നെങ്കിലും എങ്ങും ഒരു അപകടവുമില്ലാതെ അവൻ മാത്രം ഏക ഇന്ത്യക്കാരനായി അവൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴും മറ്റെല്ലാവരും അവിടെയുള്ള തദ്ദേശീയരായിട്ട് കൂടിയും അവൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഇടങ്ങളിൽ അവന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നു, ഇൻ്റേൺഷിപ്പിന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നു, പരീക്ഷകളൊക്കെ നന്നായി വിജയിക്കുവാൻ സാധിക്കുന്നു. നല്ല മാർക്കോടുകൂടി അവൻ്റെ പഠനം പൂർത്തീകരിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് മകൻ ആദ്യം സൂചിപ്പിച്ചത്. അതിൽ പ്രത്യേകതയുള്ളൊരു കാര്യം മകൻ പറയുന്നുണ്ട്. ഇവിടെ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ അവൻ പോയ ഒരു ഇൻ്റേൺഷിപ്പ് ഓട്ടിസം ബാധിച്ച മക്കൾക്ക് വേണ്ടി ജീവിതം കൊടുക്കണമെന്ന് അവനെ പ്രചോദിപ്പിക്കുകയും അതനുസരിച്ചുള്ള ഒരു ഉന്നത പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തുവെന്ന്. സമൂഹം മാറ്റി നിർത്തുന്ന, മാതാപിതാക്കൾക്ക് പോലും ഏറെ ക്ലേശമുള്ള മക്കളായി എന്നും മാറുന്ന ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം കൊടുക്കുവാനുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തോടെയുള്ള ആഗ്രഹമാണ് ശരിക്കും അവൻ്റെ ആ ഉന്നത പഠനകാലത്ത് മുഴുവനും ഒരു ബ്ലോക്കില്ലാതെ, തടസ്സമില്ലാതെ, പ്രതിസന്ധികൾ വന്നപ്പോഴും അമ്മ മാതാവ് ശരിയായി തന്നെ ഓരോ വാതിലും തുറന്നു കൊടുത്തുകൊണ്ട് അവൻ്റെ പഠനത്തെയും അവൻ്റെ പരിശീലനത്തെയും പൂർത്തിയാക്കിക്കൊണ്ട് സഹായിച്ചതെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തി. അതുപോലെ തന്നെ അവൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അത് അവൻ ആഗ്രഹിച്ച ഇടങ്ങളിൽ തന്നെ ഒരു ജോലിയിലേക്ക് വന്നെത്തുവാനും അവിടെയും നല്ല രീതിയിൽ അനുഗ്രഹമായി മറ്റുള്ളവർക്ക് തൻ്റെ സാന്നിധ്യം കൊടുക്കുവാൻ മകനെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. അവൻ്റെ കരിയർ മുഴുവനും, അവൻ്റെ പഠനവും അവൻ്റെ കരിയറും അമ്മ മാതാവ് എത്ര സുന്ദരമായി നയിച്ചുവെന്ന്, അതിൽ വരാമായിരുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളെയും എടുത്തു നീക്കിക്കൊണ്ട് അത് സുഗമമായി അമ്മ മാതാവ് അവൻ ആഗ്രഹിച്ചതുപോലെ അവനെ കൊണ്ടുവന്നെത്തിച്ചതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പങ്കുവെച്ചത്. രണ്ടാമത്തത് ഉണ്ടായ ഒരു അപകടമാണ്. ക്ലേശത്തോടു കൂടിയാണ് അവിടെ ഓരോ മക്കളും പോയി ആദ്യകാലങ്ങളിൽ പഠിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുക.
ആ നാളുകളിൽ അവൻ പറഞ്ഞു KFCയുടെ ഒരു താൽക്കാലിക ജീവനക്കാരനായി അവിടെ ആ ഭക്ഷണങ്ങളൊക്കെ കൈമാറുന്ന ജീവനക്കാരനായിട്ടാണ് അവനവിടെ ജീവിച്ചത്. നമ്മുടെ നാട്ടിൽ KFCയുടെ ജീവനക്കാരെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്ര കണ്ട് ഇവിടുന്ന് വലിയ കാര്യത്തോടു കൂടി അവിടെ ചെന്നിട്ട് അതിൻ്റെ ഒരു താൽക്കാലിക ജോലി ചെയ്ത് തൻ്റെ അന്നന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപകടം വന്നെത്തുന്നത്. 2 കാര്യങ്ങൾ അവൻ സൂചിപ്പിച്ചു. 1 സെക്കൻഡ് മാറിയിരുന്നെങ്കിൽ ആ വാഹനം എൻ്റെ ശരീരത്തിലിടിക്കുമായിരുന്നു. ടോട്ടൽ ലോസ് എൻ്റെ വാഹനത്തിലുണ്ടായെങ്കിൽ കൂടിയും എനിക്ക് അപകടമൊന്നുമില്ലാതെ അമ്മ മാതാവിനെ സംരക്ഷിച്ചു. രണ്ടാമത്തത്, അവന് ഒരു സന്ദേശം അമ്മയിലൂടെ ലഭിക്കുകയാണ്. നീ പോയ വഴികളിൽ യാതൊരു മാർക്കിങ്ങുമില്ല, യാതൊരു സൈൻ ബോർഡുമില്ല. അതുകൊണ്ട് ഈ അപകടത്തിന് അവിടുത്തെ റോഡ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. നീ ഒരു കത്തെഴുതുകയെന്ന്. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടല്ല, എങ്കിലും തനിക്ക് ലഭിച്ചൊരു പ്രചോദനത്തിൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകന് ഇങ്ങനെ എപ്പോഴും സന്ദേശം ലഭിക്കും. നമ്മൾ ഉടമ്പടിയിലാണോ, നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശാവസ്ഥകളിൽ നമുക്ക് കൃത്യമായ സന്ദേശങ്ങൾ, ചില വ്യക്തികളുടെ ഇടപെടലുകൾ, ചിലപ്പോൾ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം, ചിലപ്പോൾ ചില അക്കങ്ങൾ, തീയതികൾ ഒക്കെ നമുക്ക് നൽകിക്കൊണ്ട് ഉടമ്പടി നമ്മളെ ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം അമ്മയുടെ സംരക്ഷണയിലാണ്. നിങ്ങൾ നടക്കുന്ന വഴികളിൽ നിങ്ങൾക്ക് ദൂതരുടെ കാവൽ ലഭിക്കും. നിങ്ങൾ അനാഥരായി പോകുവാൻ, നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളിൽ ചെന്ന് അവസാനിക്കുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന്. മകനൊരു കത്തെഴുതി, കത്തിന് മറുപടി കിട്ടി. 1 മാസത്തിനുള്ളിൽ പരിശോധിച്ച് മറുപടി തരാമെന്ന് മകൻ പറയുന്നുണ്ട്. എൻ്റെ വാഹനത്തിന് വേണ്ടി ഞാൻ എന്ത് ചിലവാക്കിയോ അതിലും വലിയൊരു തുക അവൻ അനുവദിച്ചുകൊണ്ട് ഒരു പുതിയ വാഹനം എടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ അവൻ്റെ ആ ഒരു കത്തെഴുത്ത് കൊണ്ട് അവന് പ്രയോജനമുണ്ടായതും അതിന് അമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചതും. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതങ്ങളെ എപ്പോഴും സുരക്ഷിതമാക്കുന്നു, അതിൻ്റെ തടസ്സങ്ങളെ നീക്കിത്തരുന്നു, ദൈവാശ്രയത്വത്തോടെ ജീവിക്കുവാൻ നമുക്ക് ബലം തരുന്നു. ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരിക്കലും മങ്ങലില്ലാതെ അനേകർക്ക് നന്മയാകുവാൻ നമ്മളെ തന്നെ ഉപകരണങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. മകൻ്റെ വാക്കുകളിൽ അതാണ് ആദ്യം മുതൽ അവസാനം വരെയും നിഴലിക്കുന്നത്. എൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി, ഒന്നുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി, അവർക്ക് പ്രതീക്ഷ പകരുന്ന വിധത്തിൽ ജീവിക്കുവാൻ എന്നെ ഇന്ന് ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ മാതാവ് നയിക്കുന്നുവെന്ന ഈ മകന് ലഭിച്ച വിദ്യാഭ്യാസ വിജയത്തിനും പുരോഗതിക്കും, തൊഴിലിടത്ത് ലഭിച്ച സംരക്ഷണത്തിന്, അതിൻ്റെ സ്ഥിരതയ്ക്ക്, ആഗ്രഹിച്ച ഇടത്ത് തന്നെ ജോലിക്ക് കയറുവാൻ മകന് സാധിച്ചതിന്, അപകടത്തിന് അത്ഭുതകരമായി മകനെ രക്ഷിച്ചതിനും, സാമ്പത്തികമായ നഷ്ടങ്ങളെ വീട്ടുവാൻ തക്കവിധം ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് അവൻ്റെ ആ സാമ്പത്തിക നഷ്ടം വീട്ടുവാനുള്ള ഒരു തുക അവന് അനുവദിച്ച് കിട്ടിയതിനുമൊക്കെ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.